ഞാൻ ശുശ്രൂഷിക്കുന്നത് വർക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ശുശ്രൂഷിക്കുന്നത്. അവിടെ കർത്താവ് നൽകിയ നിയോഗപ്രകാരം പോയി കാത്തെടുത്തു. ഇപ്പൊ കർത്താവിന്റെ നല്ലൊരു മൂവ്മെന്റ് കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മൊത്തം ഹൈന്ദവരായിട്ടുള്ള ആളുകളാണ് ചർച്ചിനകത്തുള്ളത്. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് 3 പേരേ ഉള്ളൂ, കൊടുക്കുകയുള്ളൂ, സീരിയസ് ആയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഹൈന്ദവരായിട്ടുള്ള ആളുകളാണ് ചർച്ചിനകത്തുള്ളത്. അതൊരു നിമിഷത്തിൽ നമ്മുടെ ശിവഗിരിയോട് ചേർന്ന് അടുത്ത് നിയറസ്റ്റ് തൊട്ട് 500 മീറ്ററിനകത്ത് ഇതിനകത്താണ് ചർച്ച. ഇവിടെ ഇറങ്ങിയപ്പോൾ കർത്താവിനോട് ചോദിച്ചെടുത്തു, കർത്താവ് ഒരു ചർച്ചിന് വേല ആരംഭിക്കണമെന്ന് ആഗ്രഹിച്ച് കാലെടുത്ത് വെച്ച് അവിടെ തന്നെ കർത്താവായിട്ട് പത്തുകയായിരുന്നു. എനിക്ക് ബന്ധമില്ല, പരിചയക്കാരല്ല, കൂട്ടുകാരില്ല, ആരുമില്ല. ദൈവം പറഞ്ഞൊരു ശബ്ദത്തിനകത്ത് ഒരു വെളിപ്പാട് കിട്ടി ഇറങ്ങിയ അങ്ങനെ ആരംഭിച്ച വേല നല്ല ശരി. കർത്താവിന്റെ കൃപകൾ ഇന്ന് വരെ നല്ലൊരു മൂവ്മെന്റ് കിട്ടുക. എല്ലാ ആഴ്ചയും കർത്താവ് എങ്ങനെ പോയ 10-20 പുതിയ ആത്മാക്കളെ നൽകിക്കൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് ഇന്ന് ഞാൻ വേറെ കൂടുതൽ പ്രസംഗിക്കാൻ തന്നെയാണ്. പക്ഷെ എനിക്കെന്തോ ഈ ദേശത്തെ തിരിക്കാനായിട്ട് ഇവിടെ ശക്തമായിരിക്കുന്ന പ്രവാചകന്മാരും ശക്തമായിരിക്കുന്ന ഉണർവിന്റെ പുസ്തകന്മാരൊക്കെയാണ് ഇവിടെ ശുശ്രൂഷിച്ചു ഈ ദിവസത്തിൽ ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളായതും ഈ ഓരോ ദിവസങ്ങളായിരുന്നു. പക്ഷെ എനിക്ക് ഇന്നെന്തോ ഇതിനകത്തൊക്കെ ഇപ്പൊ കർത്താവ് പറഞ്ഞു, ഈ എന്നെ തിരിച്ച ചില സാധനങ്ങൾ ആ ആത്മ വെളിപ്പാടിൽ ഈ ദേശത്തിനകത്ത് ഈ സഭയ്ക്കകത്ത് ഇവിടെ ഇരിക്കുന്നവരുടെ ആ തിരിവിലേക്കൊന്ന് കേറ്റുവിടാൻ ഭയങ്കര ഉപയോഗം. ആ തിരിവ് ലൈഫിനകത്ത് നടന്നു കഴിഞ്ഞാൽ ഒരു കാര്യം പറയുമ്പോൾ അസാധാരണ കാര്യങ്ങൾ പിന്നെ നടക്കാം. അങ്ങനെ ഒരു മൂവ്മെന്റിലേക്ക് ഞാൻ അതുകൊണ്ട് ഞാൻ എന്റെ അനുഭവത്തിൽ തൊട്ടുപോലെ അങ്ങനെ കർത്താവിന്റെ കൃപയെ ആശ്രയിച്ച് ആത്മാവിൽ ചില വർഷങ്ങളായി ശുശ്രൂഷിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ചർച്ചിൽ വിഷയത്തിൽ ഒരു പ്ലാന് അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ കാലഘട്ടം. അപ്പൊ എങ്ങനെ തുടങ്ങുന്നൊന്നും അറിയത്തില്ല. എങ്കിലും ദൈവം പറഞ്ഞൊരു ശബ്ദത്തിനകത്ത് കാലെടുത്ത് വെച്ചപ്പോൾ ആരും ഓഡിറ്റോറിയം തന്നെ മുക്കി. ഒറ്റ വ്യക്തികൾ കൂടെ ഇല്ലാത്തപ്പോൾ ഓഡിറ്റോറിയം മുക്കിയ മീറ്റിംഗ് തുടങ്ങി. അപ്പൊ ഇന്നത്തെ ട്രെൻഡ് അനുസരിച്ച് ഇതുപോലെ ലൈവൊക്കെ വെച്ചുകൊണ്ട് പോകാനാണ് കർത്താവ് ഞാൻ ആഗ്രഹിച്ചത്. കർത്താവ് സൈലന്റായിട്ട് ഇരിക്കാൻ പറഞ്ഞു. എല്ലാം അറിയാൻ ഇന്നും ലൈവില്ല ചർച്ച. കർത്താവ് പറയാതെ തുടങ്ങാൻ പറ്റരുത് അതൊന്നും. പക്ഷെ കാലെടുത്ത് വെക്കുന്നതിന് മുമ്പേ കർത്താവിനുള്ളവർക്ക് ദേശത്തിനകത്ത് വിധി പറഞ്ഞു. ആരെ വെച്ച് നടത്തുന്നു വെച്ച് എനിക്ക് അറിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് മറ്റൊരു കാര്യം പറഞ്ഞു. ഒരു രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ കർത്താവ് പറഞ്ഞു, രാത്രിയിലിറങ്ങി ചില ബോണ്ടേജുകൾ രാത്രിയിലിറങ്ങി ചില മേഖലയ്ക്കകത്ത് വ്യാപിച്ചിരിക്കുന്ന സാധനങ്ങൾ ബ്രേക്ക് ചെയ്തു. രാത്രി പ്രാർത്ഥിച്ചു. കേരള മേഖല മുഴുവൻ കയറി. അവ ലൈവ് അടക്കുന്ന പച്ചയ്ക്ക് മലക്ക വരുന്നില്ല. പക്ഷെ പലയിടത്തിൽ പൂട്ടേണ്ടതിന് പൂട്ടി, ബ്രേക്ക് ചെയ്യേണ്ടതിന് ബ്രേക്ക് പ്രാർത്ഥിച്ചു. ഇനി അങ്ങനെ ഇരുന്നപ്പോ പിറ്റേ ദിവസമായി പിന്നെ വേറെ ആരെങ്കിലും വെച്ച് മീറ്റി പറഞ്ഞില്ല. എങ്ങോട്ട് ഇറങ്ങണ്ടേ കൊണ്ടറിയുന്നില്ല. ദേശത്തിലാണ് പ്രാർത്ഥിച്ച ദിവസം പിറ്റേ ദിവസം മനുഷ്യരോട് ചോദിച്ചു, നിങ്ങൾ മാസ്റ്ററാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാണെന്ന്. എന്നാൽ ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്നൊന്ന് പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചു. ഞങ്ങൾ പ്രാർത്ഥിക്കും. ഗ്രാമത്തിൽ പോയി പ്രാർത്ഥിക്കാൻ നമുക്ക് ഒരാളെ കിട്ടാൻ നമ്മൾ നോക്കിയിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അവിടെ പറഞ്ഞ സമയത്ത് ചെന്നു. ഇദ്ദേഹം എന്നറിയാം, ഓരോ വീടിന്റെ മുൻപിൽ കൊണ്ട് ചെന്നിട്ട് പറയും, ഇത് വർക്കരയിൽ നിന്ന് വന്ന പാസ്റ്ററാണ്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയും. ഇദ്ദേഹം തന്നെ നമ്മളെ വിളിച്ച് വീടിനകത്തോട്ട് കേട്ടു. വീട്ടിനകത്തോട്ട് തന്നെ കേട്ടു പ്രാർത്ഥിക്കുന്നു. എന്നാൽ അടുത്ത് അന്നത്തെ രാവിലെ 9 തൊട്ട് രാത്രി 8:45 വരെ ആ ഗ്രാമത്തിൽ മുഴുവൻ കയറി നടന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം സൺഡേ ആരും ഒരു പിടിച്ചില്ല. ഓഡിറ്റോറിയം മുക്കിയത് വർഷിപ്പ് ചെയ്യുന്ന കുഞ്ഞുങ്ങളെ ചോദിച്ചു, പാസ്റ്ററെ എത്ര കസേരയില്ല?
100 കസേര വേണം. 10 പേര് പോലും മുമ്പിൽ ഭക്ഷിക്കുന്ന കുഞ്ഞുങ്ങൾ മാത്രമുണ്ട്, വേറെ ആരും ഇല്ല. അമ്മേ എത്ര കസേര വേണം? 100 കസേര. അപ്പൊ ചോദിക്കും, അച്ഛാ നമ്മുടെ കൂടെ ആരും? ഞാൻ പറഞ്ഞ ആരും ഇല്ലെങ്കിൽ 100 കസേരയിൽ ഇരിക്കുന്ന ദൂതന്മാരെ നോക്കിയാൽ നമുക്ക് പ്രസംഗിക്കാത്തതാണ്. ഞങ്ങൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ബസ് വന്ന് നിന്നു. ആ ബസ്സിനകത്ത് ആമേ ഒരു സ്റ്റോപ്പിന്റെ ബസ് ഓഡിറ്റോറിയത്തിന്റെ മുമ്പിൽ തന്നെ വന്നത് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ജാഥയ്ക്ക് ആള് കയറുന്നത് പോലെ ചർച്ചനാഥ ആള് വന്നത് അങ്ങനെ തുടങ്ങിയ വേദയാണ്. കർത്താവിന്റെ കൃപയിൽ നമുക്ക് സ്വസ്ഥമായി സംഭവമെല്ലാം ചെയ്ത് കർത്താവിന്റെ കൃപയെ പോയി അവിടെ അടുത്തൊരു അപ്ഡേഷന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് അതാ ഇവിടെ വെബ്സൈറ്റിൽ തോന്നിയത്. അപ്ഡേറ്റ് ആവുക, അപ്ഡേറ്റ് ആവുക, അഭിഷേകത്തിൽ അപ്ഡേറ്റ് ആവുക, ശുശ്രൂഷയിൽ അപ്ഡേറ്റ് ആവുക, കൃപാനന്ദത്തിൽ അപ്ഡേറ്റ് ആകുക, സാമ്പത്തികത്തിൽ അപ്ഡേറ്റ് ആകുക, ലൈഫ് സ്റ്റൈലിൽ അപ്ഡേറ്റ് ആകുക. അയ്യോ ഒന്നല്ലല്ലോ, ഇതെല്ലാം നമ്മളെ അപ്ഡേറ്റ് ആകേണ്ട സമയമാണല്ലോ. സ്വപ്നം പോലെയല്ല, നിന്റെ ശുശ്രൂഷ അപ്ഡേറ്റ് ആകേണ്ട സമയമാണ്. നിന്റെ ഒരു സീസണിൽ കിട്ടി, ഒരു സീസണിൽ പ്രാപിച്ച് അതുകൊണ്ട് നീ 10 കൊല്ലം ഓടാനുള്ളതല്ല. അടുത്ത ജനറേഷനെ പിടിച്ച ഒരു നിന്റെ 2 വർഷത്തിൽ ഓടി തീരാനല്ല, നിന്റെ 2 വർഷം ഓടി നിൽക്കാനല്ല. നിന്നെ ഒതുക്കാൻ ഒപ്പിടുകയാണ്. എന്നാൽ നീ ഒതുങ്ങാനുള്ളവരല്ല, നീ ചലിക്കാനുള്ളവരാണ്. അതൊന്ന് സ്വീകരിച്ചുകൊണ്ട് വെട്ടി ഒതുങ്ങാനല്ല, ഒട്ടിക്ക് വെച്ചുള്ളവരല്ലേ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു പദമുണ്ട്, ആർക്കുമില്ലാത്ത പ്രശ്നം നിനക്കുണ്ടെങ്കിൽ ആർക്കുമില്ലാത്ത വെളിപ്പാട് നിലകൊണ്ടായിട്ടാൽ പുള്ളിക്ക് അവൻ ആരാധനയ്ക്ക് വരാത്ത പുള്ളിക്ക് അവൻ കുറ്റം പറയുന്ന പുള്ളിക്ക് ഒരു കുഴപ്പമില്ല മാസ്റ്റേ. പക്ഷെ പ്രാർത്ഥിക്കുന്നത് എനിക്ക് വന്ന പ്രശ്നം, അതെ പ്രാർത്ഥിക്കുന്നത് നിനക്കാ പ്രശ്നമല്ല. ആർക്കുമില്ലാത്ത
അപ്പൊ നമ്മൾ അപ്ഡേഷനിലാവുന്നവരാണ്. അപ്ഡേഷനാണ്. ഇന്ന് പകലത്തെ സെഷനകത്ത് എനിക്ക് ഉറപ്പുണ്ട് പലരും ലഭിക്കുന്ന ഒരു അപ്ഡേഷൻ ഉണ്ടാവും. നമുക്കറിയാം, ഈ പണ്ട് നമ്മുടെ ദൈവദാസൻ വാട്സപ്പ് വന്ന സമയത്ത് ഒറ്റ കാര്യത്തിനുള്ള ഒരു ടെസ്റ്റ് മെസ്സേജ് അല്ലേ, ഒരു ടെസ്റ്റ് മെസ്സേജ് അത്ര മതി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, മാസം കഴിഞ്ഞപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ കിട്ടി, നിന്റെ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്തപ്പോൾ അതിനകത്ത് വീഡിയോ കൂടി പ്രസന്റ് ചെയ്തു. വീണ്ടും കുറച്ച് അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞു, വീണ്ടും 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 മെനി ടൈംസിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, ഇന്നലകളില്ലാത്ത ചില അതിനകത്ത് നാടാണ്. ഒരു സിദ്ധത്തിനകത്തന്നെ ആലോചനയിൽ ആത്മമനത്തിൽ കേറിയാണെങ്കിൽ നീ ഒതുങ്ങിക്കിടക്കാനുള്ള അങ്ങനെ ഇരുന്നപ്പോ എന്റെ ഹൃദയത്തിനകത്ത് ഒരിക്കലും ഒരു ആഗ്രഹം തോന്നി. ഭയങ്കര ഒരു ആഗ്രഹം. ചർച്ചിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ഹൃദയത്തിനകത്ത് ഒറ്റൊരു പദം ഇഷ്ടപ്പെട്ടു, എൻകൗണ്ടർ എന്ന വാക്ക്. എൻകൗണ്ടർ, നമ്മൾ എല്ലാവരും എൻകൗണ്ടർ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പൊ ഒത്തിരി ദൈവദാസന്മാർ പ്രസംഗിച്ചിട്ടുണ്ട്, ബൈബിളിൽ പഠിപ്പിക്കുന്നുണ്ട്. അനേക ദൈവദാസന്മാർ പറയുന്നുണ്ട് എൻകൗണ്ടർ ഉണ്ടാകും. അപ്പോൾ എന്റെ ഹൃദയത്തിൽ ഭയങ്കര കൊതി, എൻകൗണ്ടർ ഉണ്ടെങ്കിൽ അത് എനിക്ക് ഉണ്ടാവണം. ദൈവത്തിൽ അത് മാത്രമായി പിന്നെ എന്റെ ചിന്ത, അത് മാത്രമായി പിന്നെ എന്റെ ആഗ്രഹം. അങ്ങനെ ഞാൻ പോകുമ്പോഴും വരുമ്പോഴും, മീറ്റിങ്ങിനും പോകുമ്പോഴും വരുമ്പോഴും എല്ലാം എന്റെ ഹൃദയത്തിൽ എൻകൗണ്ടർ, 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 എൻകൗണ്ടർ. അങ്ങനെ ഇരിക്കുമ്പോൾ 2024 ഒക്ടോബർ മാസം 13-ാം തീയതി ഞായറാഴ്ച. അപ്പൊ സാധാരണ ഞാൻ ചർച്ചിലേക്കുള്ള ദൂത് ഒരാഴ്ച പ്രാർത്ഥിക്കുമ്പോൾ കഥാത്തിലും ആ ദൈവശബ്ദമായിരിക്കും ഞാൻ ഷെയർ ചെയ്തത്. അന്ന് ചർച്ചിനകത്ത് ഒരാഴ്ച പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദൂത് കർത്താവ് പറഞ്ഞില്ല. എന്നാൽ പിറ്റേ ശനിയാഴ്ച രാവിലെ, ശനിയാഴ്ച രാത്രി, ഞായറാഴ്ച മോർണിംഗ് പ്രാർത്ഥിച്ചു. ഒരു ദൈവശബ്ദം ഇടപെട്ടില്ല. ഞാൻ ഭവനത്തിൽ നിന്ന് നേരെ ചർച്ചിലേക്ക് എത്തുന്ന ചർച്ചിന്റെ ഓഫീസിൽ കയറി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ കർത്താവ് ഒറ്റൊരു വാക്ക് പറഞ്ഞു, ശക്തി. ഞാൻ ശക്തിക്ക് ഒന്നും കിട്ടിയില്ല. ഞാൻ മക്കളെ കുഞ്ഞുങ്ങൾ വർഷിപ്പിക്കുക, അവർ വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ദൈവദാസന്മാർ വർഷിപ്പിക്കുന്നു. പക്ഷേ ചർച്ചിനകത്ത് ഒരു പ്രസൻസ് ഫീൽ ചെയ്യുന്നില്ല. ഞാൻ എങ്ങനെയെങ്കിലും ചർച്ച സാധാരണ 11-ാണ് സഭയിൽ വന്നിരുന്നത്. അന്ന് ഞാൻ 15 തീരുവിട്ട് 12 കഴിയും. ഞാൻ അന്ന് അനൗൺസ്മെന്റ് ചെയ്തിരുന്നു. 11 തന്നെ ചർച്ച തീരുവെന്നൊക്കെ പറഞ്ഞ് അനൗൺസ്മെന്റ് ഒക്കെ ചെയ്തത്. ഒരു 10:30 കഴിഞ്ഞപ്പോൾ ഞാൻ ഇംഗ്ലീഷ് ഒക്കെ കൊടുത്ത് ഞാൻ ശുശ്രൂഷിക്കാൻ തുടങ്ങി. എന്റെ അകത്തേക്ക് ഒറ്റൊരു വാക്കേ ഉള്ളൂ, ശക്തി. അവിടുത്തെ ചർച്ചിലെ ജാതിക്കാരുള്ളവരെല്ലാം അവളോട് അങ്ങനെയുള്ള ആളുകൾ അവരോട് ദൂത് കേട്ടാൽ അവർ ദൂത് ഭയങ്കര ആർത്തിയോടെ വിളിക്കും. പക്ഷെ ഇതിങ്ങനെ എത്ര സംസാരിക്കുന്നു അവർക്കൊന്നും മനസ്സിലാകാത്ത പോലെ അവരിയ്ക്കും. അങ്ങനെ ഞാൻ മെസ്സേജ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒറ്റൊരു വാക്ക് പറഞ്ഞു. ശക്തിയെ കുറിച്ച് പറയുമ്പോൾ വചനത്തിന്റെ ശക്തി, പ്രാർത്ഥനയുടെ ശക്തി, ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു 10:45 സമയത്തുണ്ട് ഈ വാക്ക് പറയും. പെട്ടെന്ന് ചർച്ചിനകത്തേക്ക് മാറി കയറിയും ഫീലിങ്സ് അടിച്ചു. കയറിയൊരു ഫീലിങ്സ് അങ്ങോട്ട് തുടങ്ങിയിട്ട് ആ ഫീലിങ്സ് ഞാൻ സൈലന്റ് പ്രസംഗിക്കുക. ജനത്തിന്റെ ശരീരത്തിനകത്തേക്ക് ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്നു. ചിലരുടെ ശരീരം
കുഞ്ഞിൽ കോരുന്നത് പോലെ കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ വാവിട്ട് കരയാൻ തുടങ്ങി. എനിക്കത് മനസ്സിലാകില്ല. ഞാൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവർ ആമയെ മുട്ടുമടക്കി മുട്ടയിലിറങ്ങുന്നു, കരയുന്നു, സ്വർഗമായിട്ട് കളിച്ചാടുന്നു. ഞാൻ സൈലന്റ് ആയിട്ട് മയക്കും ഇങ്ങനെ പിടിച്ചോണ്ടാ നിൽക്കുന്നത്. ഞാൻ ഓരോരുത്തരെ നോക്കുമ്പോൾ കാണാം അവരെല്ലാവരും ആമേനായി ഈ ലോകവുമായി വിട്ട് ദൈവത്തെ കണക്ട് ആയിക്കൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുക. ആരാധന സൗഹൃദമാണ്. 11:00 തീരുമെന്ന് പറഞ്ഞെടുത്ത് 11:00, 12:00, 1:00, 2:00, 3:00, 4:00 സഭകൾ തീർന്നില്ല. 5 മണി കഴിഞ്ഞപ്പോൾ 5:00 ഒരു വിധത്തിൽ കൊണ്ട് ചർച്ച നിർത്തി. സ്വന്തം അപ്പോൾ തന്നെ മനസ്സിലാകും ഒരു പ്രത്യേകത ചർച്ചിനകത്ത് വെളിപ്പെടുന്ന പ്രാർത്ഥിക്കാൻ വരാൻ പറ്റുന്നവർ പ്രാർത്ഥിക്കാൻ വരാൻ പറഞ്ഞു. അവർ പ്രാർത്ഥിക്കാൻ വരാം. പിറ്റേ ദിവസം വീണ്ടും കൂടി പിറ്റേ ദിവസം 10:45 ആയപ്പോ ഇന്നലെ എന്തായിരുന്നോ അതിന്റെ ഡബിൾ പോർഷൻ വീണ്ടും ചർച്ചിനോ ദിവസങ്ങളിൽ ചർച്ച നടത്തിയപ്പോൾ കേരളത്തിലെ പ്രസിദ്ധരായ ദേവിദാസ ഉൾപ്പെടെ ചർച്ച നടത്തിയിരുന്നു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് എനിക്ക് മനസ്സിലായില്ല പരിശുദ്ധാത്മാവുടെ പ്രേരണത്തിൽ നമ്മൾ ചലിക്കാൻ തുടങ്ങിയ ഒരു സാധാരണ പോലെ നിന്റെ ലൈഫ് സ്റ്റൈൽ മാറാൻ തുടങ്ങും. ഒന്ന് രണ്ട് കാര്യങ്ങൾ തൊട്ടുകൊണ്ട് ഞങ്ങൾ പോകാം. ഈ യേശു കർത്താവ് എന്റെ കൂടെ എപ്പോഴും 10,000 പേരുണ്ടായി. എന്നാൽ യേശു കർത്താവിന്റെ ക്രൂശീകരണത്തോട് ബന്ധത്തിൽ ഉയർത്തതിന് ശേഷമാണ് യേശുവിന്റെ കൂടെ 10,000 പേരൊന്നുമില്ലായിരുന്നു. എന്നാൽ യേശു സ്വർഗ്ഗാരോഹണം ചെയ്യുന്ന സമയത്ത് ഒറ്റൊരു വാക്ക് പറഞ്ഞു, ഞാൻ ഇപ്പോൾ കടന്നു പോകുന്നു നിങ്ങൾക്ക് വേണ്ടി. എന്തിനു വേണ്ടിയാണ്? എനിക്ക് വേണ്ടി സ്ഥലം എനിക്ക് വേണ്ടി സ്ഥലം. പക്ഷെ പോകാൻ ഒരു കാര്യം പറഞ്ഞു, ഞാനിപ്പോ പോകുന്നെങ്കിലും ഈ പോകുന്നതിന്റെ ഗ്യാപ്പിനിടയിൽ ഞാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവാകുന്ന കാര്യസ്ഥൻ നിങ്ങളുടെ ഇടയിൽ. ചിന്തിക്കേണ്ട ഒരു ദൂത്. ആ ദൂത് കേൾക്കാൻ 10,000 പേരില്ല. ആ ദൂതിനെ സ്വീകരിക്കാൻ ലക്ഷക്കണക്കിന് പേരില്ല. വെറും 120 പേർ മാത്രമേ ആ ദൂതിനെ വിളിക്കാനുള്ളായിരുന്നു. 120 പേരുടെ ആ ദൂതിനകത്ത് തമ്മിത്തല്ലുണ്ടാക്കാതെ അവർ മാർക്കോസിന്റെ മാളിക മുറിക്കകത്ത് കീഴിൽ കുത്തിയടിക്കുന്നു. സ്വന്തം മാളിക മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു. അനുവാക്യം പറഞ്ഞ് ആരാധിക്കാൻ പറഞ്ഞ നിങ്ങൾ ആരാധിക്കും. പക്ഷെ അവർക്ക് അത് അറിയത്തില്ല. അവർ പ്രാർത്ഥനയ്ക്കകത്ത് ഒരു പ്രത്യേകതയുണ്ട്. ഒരു ദൂതിനകത്ത് 2 പക്ഷം അറിയണ്ട. ഒറ്റ മനസ്സോടെ 120 പേർ, 120 സ്വഭാവത്തിന്റെ ഉടമകൾ. പക്ഷേ അവർ ദൂതിനകത്ത് ഒരേ ആത്മാവിന്, ഒരേ ക്യാരക്ടറിന്, ഒരേ മനോഭാവത്തിന് അവർ നൂറ്റുകണക്കാട്ടുള്ള
എന്നിട്ട് അവൻ 2 ഭക്ഷണമായിട്ടാണ് തിന്നെ. ഒന്നാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം, 5-ാം ദിവസം ഒന്നും കണ്ടില്ല. എന്നാൽ 10-ാമത്തെ ദിവസമായപ്പോ അവൻ അവരുടെ ഇടയിലേക്ക് പരിശുദ്ധാത്മാവിന്റെ എൻകൗണ്ടർ ഇറങ്ങി വന്നു. ഇന്ന് പലതിനെ അടിച്ചുകളയാ, 120 അടിച്ചുകളയാ, ആത്മാവിന്റെ ചലനത്തിന് കാരണമായത്. അങ്ങനെ ആത്മാവെ പറയാ, സ്നേഹിക്കുന്നവർ കൈകൊണ്ടോ ഇനിയാണ് എനിക്ക് ആ വെടുപ്പാടത്ത് തിരിക്കാറുള്ളത്. അഭിഷേകമൊക്കെ പ്രാപിച്ചു, അഭിഷേകമൊക്കെ പ്രാപിച്ചെന്ന് നിൽക്കുന്ന ആ എൻകൗണ്ടർ നടന്ന സമയത്ത് അവരുടെ നടുവിൽ ആരെഴുന്നേറ്റ് നിന്നു? 10,000 പേർ ഓടിക്കൂടിയപ്പോൾ അവരെല്ലാം നോക്കി നിൽക്കെ അവരുടെ ആരെഴുന്നേറ്റു? പേരുന്നില്ലല്ലോ. പത്രോസിനല്ലേ ആരെഴുന്നേറ്റു? അതെങ്ങനെ ആദ്യം ശരിയാവുന്ന? പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിക്കാൻ പറ്റുന്നേ? ഹലോ പത്രോസ് എങ്ങനെ അവൻ വേദിക്കകത്ത് നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങുന്നത്? അതെങ്ങനെയാണ് പത്രോസ് ശരിയാവുന്നത്? പത്രോസ് ഇന്നലത്തെ നിന്റെ ഹിസ്റ്ററി എന്താ? യോഹന്നാനോട് ചോദിക്കല്ലേ, യോഹന്നാനെ പത്രോസിന്റെ പകരം നീയല്ലേ യോഹന്നാനെ വേദിക്കകത്ത്? യോഹന്നാൻ പക്കത്തിൽ ലൂക്കോസിനോട് ചോദിക്കല്ല, ലൂക്കോസേ നീയല്ലേ പ്രധാനപ്പെട്ട വേദിക്കകത്ത്? ലൂക്കോസിന്റെ പക്കത്തിൽ മത്തായിയോട് ചോദിക്കാം, മത്തായി ഇവർക്ക് പക്കത്തിൽ നീ വേണ്ടക്കാര ഇവരാരെ കയറണം? പത്രോസിനെ വേദിക്കട്ടിയ പത്രോസിന്റെ കഴിഞ്ഞ ദിവസത്തെ ഹിസ്റ്ററി എന്തുവാ? കഴിഞ്ഞ ദിവസത്തെ ഹിസ്റ്ററിയിൽ അവൻ പറഞ്ഞതല്ലേ, എനിക്ക് നസറേനായ യേശുവിനെ അറിയത്തില്ലെന്ന്. യേശുവിനെ തള്ളി പറഞ്ഞ പത്രോസിനെ എങ്ങനെ വേദി കെട്ടി? ഉടനെ കാണും അവർ പറയും, ഇന്നലത്തെ ഹിസ്റ്ററി പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ തള്ളി തള്ളാനല്ല, ഇവിടെ അവതരിക്കുന്ന ആത്മാവിനെ ചേർന്ന് പറയാനുണ്ട്. ഇന്നലെ വീണ്ടുപോയ പത്രോസിന്റെ ഹിസ്റ്ററി പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ തമ്മിൽ തല്ലുണ്ടാക്കുമല്ലോ, വാക്കുതർക്കത്തിൽ നിൽക്കാനല്ല, പിന്നെയോ ദൈവരാജ്യത്തിന് വേണ്ടി കയറി നിൽക്കുന്നവന് ഇവിടെ ചേർന്ന് നിൽക്കുന്ന ഒരഭിഷേകമാണ് ഇവിടെ നടക്കുന്നത്.
ചിലവര് നിന്ന് പറയും, ഹിസ്റ്ററി പറയുന്നുണ്ട്. എന്താ ഹിസ്റ്ററി പറയുന്നത്? അവൻ കഴിഞ്ഞാഴ്ച യേശുവിനെ അറിയത്തില്ലെന്ന് പറഞ്ഞ അവന്റെ പാപത്തിലൂടെ വേണ്ടിയിട്ടാണ് ഏറ്റവും ചൊല്ലുന്നത്. ഞങ്ങൾ അത് വാങ്ങിക്കൊണ്ടിരിക്കുക. ഇവിടെ സമയത്തിലോ യോഗ ഞാൻ പറയുന്നു, എന്റെ ലക്ഷ്യം ആ യവനത്തെ എൻകൗണ്ടറിലുണ്ടല്ലോ, അവന്റെ കയ്യിൽ കിടക്കുന്ന കോഴിയുണ്ടല്ലോ, അതിനോട് ചേർന്ന് ചിരിക്കണം. എന്റെ ശക്തി പിടിച്ചിരിക്കാനല്ല, എന്റെ ശക്തി പല ചെയ്യുന്ന നടക്കുക. അത്ഭുതത്തിൽ ഇങ്ങോട്ട് ഞാൻ പറഞ്ഞു പോകാം. അവിടെ നേരം പൗലോസിനെ പിടിച്ചു നിർത്തിയില്ല. പിന്നെ ഇവിടെ ഐക്യത്തോടെ ചേർന്ന് നിന്നു. ഐക്യത്തോടെ ചേർന്ന് ഒറ്റ പ്രസംഗം പ്രസംഗിച്ചതും 3000 പേര് അവിടെ തന്നെ ഷട്ടയെ പിടിച്ച് ഇരുത്തിയായിരുന്നെങ്കിൽ 3000 തൊട്ട് 3 പിടിപ്പിക്കപ്പെടത്തില്ല. എൻകൗണ്ടർ ഉണ്ടായി ശരിയാ, പക്ഷെ വിടുതലല്ല. എന്താ നീ ശരിയായില്ല, പക്ഷെ ചേർന്ന് നിന്ന എന്താണെന്നറിയാമോ? ഐക്യത ദൈവത്തിൽ നിന്ന് വരുന്നത്. ഭിന്നത വിശ്വാസമുണ്ട്. ഭിന്നതയുടെ ആത്മാവ് ഇവിടെ നിന്റെ വീട്ടിൽ ഈ അസൂയ, വളരുന്നവനെ ഒതുക്കുന്ന അസൂയ, വളരുന്നവന്റെ വളർച്ചയെ ഒതുക്കാൻ നിൽക്കുന്ന അസൂയോട് ചെറിയത്. പക്ഷെ ഇന്ന് രാവിലെ അതേ തൊടാൻ ഉണ്ടെങ്കിൽ തൊടാം. പക്ഷെ ഒരു കാര്യമല്ല, ഐക്യത എവിടെയുണ്ടോ വളർച്ച ഉണ്ടാകും. ഭയങ്കര തൂത് കേട്ടുകൊണ്ട് പോവോ, വീട്ടിൽ ഐക്യതയില്ല. ദൈവം കാണാൻ വീട്ടിൽ രണ്ടു പോവാ നടക്കത്തില്ല, വീട്ടിൽ ഉണർത്ത നടക്കത്തില്ല. അവിടെ അച്ഛനെ ശരിയാവട്ടെ, അച്ഛൻ ശരിയാവണം. അപ്പൊ അമ്മയെ ശരിയാവട്ടെ, അമ്മ ശരിയാവണം. ഇവിടെ വന്നിട്ട് 100 നിന്ന് ആരാധിച്ചിട്ട് വീട്ടിൽ പോയിട്ട് ഒരു നടക്കത്തില്ല. ഐക്യത ഇമ്പോർട്ടൻ്റ്, ഐക്യത ഇമ്പോർട്ടൻ്റ്. ഐക്യത ഉണ്ടെങ്കിൽ മുട്ടുമലക്കാത്തത് കേട്ടിക്കൊണ്ട് നിന്നു. അവന്റെ വാക്കുകൾ ദൈവശക്തി വ്യാപരിച്ചു. ഏത് വൻകരയുടെ രാജ്യത്തിലുള്ളവർ അവന്റെ വാക്കുകൾക്ക് മുന്നിൽ മുട്ടുമടക്കി അഭിഷേകത്തിന്റെ ചരിത്രം തുടങ്ങിയ വൻകരന്റെ മില്ലമൂല്യം മുട്ടുമടക്കം. നീ കാരണം നിങ്ങളെ കടക്കുന്ന കോഴിലുള്ള നീ എവിടെ നിൽക്കുന്നോ അവന്റെ സമയം നടക്കൂ. ജീവിക്കുന്നത് നിങ്ങളുടെ സുഖം നമ്മുടെ പേരിലൂടെ ചില വർഷങ്ങൾക്ക് പുറമെ പത്രോസിന്റെ മുമ്പിൽ ഒരു വാഗ്ദത്തമുണ്ട്. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിന്റെ കയ്യിൽ തരുന്നു. അതിനു മുമ്പ് വേറെ കോളിങ്ങുണ്ട്. പത്രോസേ, നിന്റെ ജീവിതത്തിൽ ഞാൻ ഒരു കാര്യം പറയാം. നീ എവിടെ നിന്ന് വചനം പറയുന്നു അവിടെ തന്നെ പിടിപ്പിക്കപ്പെടും. അവന്റെ ക്വാളിറ്റി എന്തുവാ? മുക്കുവന. അവന്റെ ക്വാളിറ്റി എന്തുവാ? ഞാൻ ക്രെഡിറ്റും പറയാനില്ലാത്തതാ.
മോനെ നിന്റെ ക്രെഡിറ്റ് ഒന്നും പറയണ്ട, പക്ഷെ എന്റെ അക്ഷരത്തിന്റെ ക്രെഡിറ്റ് ആണ്. എന്റെ അക്ഷരത്തിന്റെ നിന്നെ ഇഷ്ടമില്ലാത്ത ഒരു സീസണിൽ നിന്നെ കൈകാലത്തിൽ ദൂരത്ത് നിർത്തുന്നത്, പക്ഷെ ആ സീസണിന്റെ ക്യാപ്പിനിടെ നീയും ദൈവമായിട്ട് എക്കൊന്നും നടത്തുമ്പോ നീ ആറ്റിറ്റ്യൂഡ് മാറുമ്പോ നിനക്ക് വേണ്ടി വ്യക്തിയും നിനക്ക് വേണ്ടി വ്യക്തിയും നീ ആർക്ക് വേണ്ടി വ്യക്തിയല്ല. പത്രോസിന്റെ കോഴിക്കുണ്ട് എപ്പോഴാണ് വിളി വന്നത് കടപ്പുറത്ത് മീൻ ആമേ സ്വന്തം വല വീശി വലയിൽ നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് വിളി വന്നത്. മക്കളെ നാളെ രാവിലെ ആമേ മലയുടെ മുഖത്തിലെത്തുന്നത് കണ്ണാമേ പരസ്യമുണ്ട്, നിങ്ങൾ അങ്ങോട്ട് വന്നേക്കണം അല്ലേ? അത്ര വിളിയുള്ളൂ. സ്വന്തം അയ്യോ കർത്താവിനെ കോട്ടും സൂട്ടൊന്നും വാങ്ങിയാലൊന്നും പോയില്ല. ഓണ്ടാമേ ചുവന്നര ഉള്ള നീയുടെ കാര്യം ചുറ്റിക്കെട്ടി ഒരു പോക്കെന്ന് പറഞ്ഞാൽ അവിടെ ചെന്നത് കർത്താവിന്റെ കോഴി എനിക്ക് 12 പേരെ വേണം. 10,000 പേര് ഇരിക്കുക. 12 പേരെ ഞാൻ തിരഞ്ഞെടുക്കാൻ പോവാ. 12 പേരെ തിരഞ്ഞെടുക്കുന്നപ്പോ ഓരോ യോഗ്യനായിട്ടുള്ളവരെ വിളിച്ച് ഗ്ലൂക്കോസിനെ വിളിച്ച് വൈദ്യുത വകുപ്പ് കൊള്ളാം നല്ലതാ. അവന് മറ്റുള്ളവർക്കൊന്നും പ്രശ്നം വന്നില്ല. അടുത്ത മത്തായി വന്നു. ഓരോരുത്തരും നല്ല പൊസിഷൻ അടുത്തുള്ളത്. അതിന്റെ വിളി വന്നു. അവന് പത്രോസ് അല്ലെങ്കിൽ ഷീമോൻ എന്ന് വിളി വന്നപ്പോ എല്ലാവരെയും ഞെട്ടലുളവാക്കി. പരീക്ഷന്മാർക്ക് പറയാം, എന്നെ ശ്രദ്ധിക്കണേ. പരീക്ഷന്മാർക്ക് പറയും, കർത്താവേ ഇത്രയും പേര് വിളിച്ച് ഞാൻ അംഗീകരിച്ചില്ല. പ്രശ്നമില്ല. പക്ഷേ പത്രോസ് കൊണ്ട് ഞങ്ങൾക്ക് പറ്റത്തില്ല. അവൻ മാർക്കറ്റിനകത്തുള്ളതല്ല, അവൻ കടപ്പുറവാസിയ. അതുകൊണ്ട് യോജിക്കൽ മനുഷ്യൻ റിജക്ട് ചെയ്താൽ ദൈവത്തിന്റെ തിരിച്ചു പൗലോസ് പറഞ്ഞു, ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ നിന്നെ വിളിച്ചത് എന്താണെന്നറിയാമോ? ജ്ഞാനികളെ പിരിച്ചത് കുറെ പേര് ലക്ഷ്യപ്പിക്കാൻ എനിക്ക് നിന്നെ വേണം. പത്രോസ് ഒരു ഞെട്ടി ഭാഷയാണ് വിളിച്ചത്. അതായിപ്പോഴത്തെ ടീമിനെ വിളിച്ചോണ്ടിരിക്കുമ്പോ കടപ്പുറത്ത് സ്മെല്ലും അടിച്ച് കയറി വരുന്നത് നമുക്കറിയാം. ഞങ്ങളുടെ കൊല്ലത്തൊക്കെ മീൻ ഇഷ്ടം പോലുള്ള സ്ഥലം. അവിടോട്ട് പോകുമ്പോ കാണാൻ ആമേ മുക്കോലാക്ക് വരുന്ന കൊല്ലേക്കാട്ടിൽ ഇവിടെ അങ്ങോട്ട് പോയി അച്ഛൻ ബ്രദറെ എന്തുകൊണ്ട് വിശേഷം പറഞ്ഞ കൈയും കൊടുത്ത് കെട്ടിപ്പിടിക്കുക. വേണമെങ്കിൽ കുറച്ച് ഗ്രേഡ് കൂടി അച്ഛൻ പറയും നോക്കിയും കണ്ടൊക്കെ നടന്നോടെ അത് മാറി നടന്നോടെ ചോദിക്കും. പിന്നെ അവിടെയൊക്കെ ചെന്ന് പറഞ്ഞ് പിന്നെ വേറെ വല്ലതും കിട്ടിയില്ല. അങ്ങനെ ഒരു അങ്ങനെ കച്ചറി കടക്കുന്നവനെ തേടി കച്ചറി കടക്കുമ്പോ അതെ നാളെ എന്റെ കുളിക്ക് പോലെ
എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ഗ്രാമീണ പറയുമോ, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. നീ ഒന്നിരിക്കാൻ ഓ ഓ ഓ നീ മീനെ പിടിക്കാൻ കണ്ടേ ഓഫർ കൊടുത്തു. എന്ത് ഓഫർ കൊടുത്തേ? മീൻ പിടിക്കുന്ന മാർക്കറ്റ് വെക്കാനല്ല, എടാ നല്ല പള്ളിയിലെ ചന്തമൊക്കെ നിനക്ക് തരാനല്ല. പിന്നെയോ ഇതിലൊക്കെ പട്ടണമൊക്കെ തരാമെന്ന് പറഞ്ഞ് ഈ ലോകം നോക്കുമ്പോ നിന്റെ കയ്യിൽ തരുന്ന മനുഷ്യരെ അല്ലാതെ സ്വീകരിച്ചത് മനുഷ്യരെ നീ അതിട്ട് പോലും ഞാൻ തന്നെ എന്തിനെ മനുഷ്യനെ എടുക്കുന്നവൻ 10 മനുഷ്യൻ കൂടെ ഇല്ലാത്തതാണ്. അവരെ കൊണ്ട് ദൈവം പറഞ്ഞാൽ നിന്റെ പല നിന്റെ ലൊക്കാലിറ്റിക്ക് അവരുടെ വീശുന്നതല്ല. ഈ നീ എന്റെ വാക്ക് കേട്ടിട്ട് എന്നെ കൂടെ വന്ന നീ ഇടുന്ന വല ഒരു ഏരിയ മൊത്തം അവർ അതിന് കുറെ സാധനം കർത്താവ് കൊടുക്കുന്നത്. നേരെ പത്രോസ് ഇതൊന്നും പ്രസംഗിക്കാൻ വന്നാലേ ഇത് കർത്താവ് യോഗത്തിന്റെ യൂത്ത് പോകുന്നത്. നേരെ കർത്താവ് വിളിച്ചു, പത്രോസിനെ വിളിച്ചു, ശിമോനെ വിളിച്ച് ശിമോനെ വിളി കേട്ടപ്പോ ഒരു പക്ഷ എന്റെ ആശിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. മല്ലപ്പുറത്തെ കോടിക്കണക്കിന് എന്തിനെ വലിയ വിദ്യാഭ്യാസം പറയാനില്ലാത്ത എന്നെ വേറെ വല്ല ശീമോന്നാണ്, വേറെ വല്ല ശീമോന്നാണ്. നീ തന്നെ 10,000 വരെ കൂട്ടത്തിൽ ഒളിഞ്ഞിരുന്നാണ് എന്റെ ഭാഗത്ത് നിന്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ അവൻ അടുത്തോട്ട് കർത്താവൊക്കെ കെട്ടി പിടിച്ച അടുത്തോട്ടേക്ക് ചേർത്ത് പിടിച്ചിട്ട് മറ്റുള്ളവരെ തെരഞ്ഞെടുക്കുമ്പോൾ അറിഞ്ഞുകൊണ്ട് തെരഞ്ഞെടുക്കുമ്പോൾ അവരോട് പറഞ്ഞു, ഇന്നു മുതൽ നിന്റെ ഒരു കാര്യം ഒന്ന് നിന്റെ ഐഡന്റിറ്റി ചെയ്യുക. ചിലരുടെ ഐഡന്റിറ്റികൾ ചേഞ്ച് ആകട്ടെ. ഇനി നിന്റെ പേര് ശ്രീമോനല്ല, ഇനി നിന്റെ പേര് മാറുമ്പോ അഭിഷേകത്തിൽ നിന്റെ പേര് മാറുന്നു. ഇനി ആ പേര് പേര് ഇനി നീ അപ്പന്റെ അവന്റെ ഇട്ട പേര് ആമെ സ്വന്തം ഞാനാണ് ഉറപ്പില്ലാതെ കിടക്കുന്നൊരു പേരാ. പക്ഷെ മോനെ നീ ഉറപ്പില്ലാത്തവനായി ഞാൻ എഴുതുന്ന പേര് ഉറപ്പുള്ള പേരാ. കാരണം നീ പറയുന്നത് നടക്കും, നീ പറയുന്നത് സംഭവിക്കും. അത് കഴിഞ്ഞു പറഞ്ഞു പേര് മാറാൻ നല്ലോണം സ്വന്തം പേരൊക്കെ പറഞ്ഞുള്ളതാ. എന്തെങ്കിലുമൊക്കെ ഗവൺമെന്റ് രാഷ്ട്രീയം ചെയ്യും, സ്വന്തം പേര് വിളിച്ചു നീ ഈ വചനം വിളിക്കുന്ന ഒരു വാക്ക് പറയുന്നു, യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വരുമ്പോൾ നീയും അവരോടുകൂടെ പ്രവചിക്കുകയും അപ്പൊ ഒന്ന് നമുക്ക് ചിലപ്പോൾ ആൾ മാറും പേര് മാറും, ആൾ
അഭിഷേകത്തിന്റെ ആളുമാണ്. അഭിഷേകത്തിന്റെ പേര് അഭിഷേകത്തിന്റെ ഈ പറയുന്ന വാക്കുകൾ, ഞാനിവിടെ പറയുന്ന വാക്കുകൾ അച്ഛമാകും. പറയുന്ന ആ വാക്കിൽ തുടക്കം ആഗ്രഹിച്ചാണ് ഇന്നത്. മരണവും ജീവനും മരണവും ജീവനും മരണവും ജീവനും. അതല്ലോ മരണം വേണം ജീവൻ വേണമെന്ന ഓപ്ഷൻ ആകില്ല. അപ്പം പറഞ്ഞു നമ്മളൊരു കാര്യം പറഞ്ഞു, ആളും മാറും പേരും മാറും. ആളും മാറും പേരും മാറും. മരിക്കുന്നവനല്ല, നീ ജീവനോട് ചെയ്യാവുന്നവനാണ്. നീ പറയുന്നത് നടക്കുമേ, നീ പറയുന്നത് നടക്കോ, നിന്റെ വാക്കുകളെ ശ്രദ്ധിച്ചോ, നിന്റെ വാക്കുകളെ സമർപ്പിക്കണം. ആ വാക്കന്നെ ഇഷ്ടപ്പെട്ടു. അഭിഷേകം വീണാൽ ആട് മാറും. ആട് മാറുമ്പോ മലപ്പള്ളിക്കാരൻ വേണ്ടാത്ത ദൂരത്തെ ഇതിനകത്ത് ചേർന്ന പേര് മാറി അപ്പൊ പേര് അമ്മേ പേര് മാറി. ഇനി ആള് മാറണല്ലോ, പേര് മാറി. ഇനി ആള് മാറാം. ആള് മാറാൻ ഒന്നാമത്തെ അപ്പോയിന്റ്മെന്റ് പത്രോസിനോട് പറയാം, പത്രോസേ നീ എവിടെ പ്രസംഗിക്കുന്നു അവിടെ ഞാൻ വിളിക്കപ്പെടും. പത്രോസ് ഭയങ്കര കൺഫ്യൂഷൻ. കടപ്പുറത്തെ മീന്റെ നിലവാരം ഞാൻ പറയാം. പക്ഷേ ബൈബിളിൽ വാക്കിന് നീ പറയാൻ പറ്റത്തില്ല. വള്ളത്തിന്റെ കനലിന്റെ തിര നോക്കി അങ്ങനെ ഒഴുക്കും വശവും പറയാം. പക്ഷെ ജനത്തിന്റെ കൾച്ചറ എനിക്കറിയത്തില്ല. മോനെ, നീ പഠിച്ചതല്ല ഞാൻ പഠിപ്പിക്കുന്നത്. അവനോട് പറഞ്ഞു നീ എവിടെ പ്രസംഗിക്കുന്നു അവൻ ജനത്തിലേക്ക് ദൂരം നിറവേറിയോ? മാളികക്കകത്ത് അവന്റെ 30 സെക്കൻഡിൽ ഒറ്റ ദൂരം 3000 പൊക്കി. അപ്പോൾ എനിക്കൊരു ചോദ്യം, പത്രോസ് ഹീബ്രു ഭാഷ കൈകാര്യം ചെയ്യുന്നവനാണ് കരുതുക. ഹീബ്രു ഭാഷ കൈകാര്യം ചെയ്യുന്നവനാണ് കരുതുക. പക്ഷെ അവരുടെ ലോകത്തിന്റെ 7 വഞ്ചനകൾ ആണുണ്ടല്ലോ. പത്രോസിനും ചൊവ്വേനെ കടക്കുന്ന ഭാഷയല്ലാതെ വേറെ ഭാഷ കേട്ടില്ല. പക്ഷെ അഭിഷേകം അവരെ കിടന്നപ്പോ അവരുടെ വാക്കുകൾ മൾട്ടിപ്പിളാണ്. അവരുടെ വാക്കുകൾ മൾട്ടിപ്പിളോ
ഷേർഷേഖാൻ അവിടെ ഉണ്ട് അല്ലേ? അറബി ടീം അവിടെ ഉണ്ട്. പത്രോസ് അവിടെ നിന്ന് 30 സെക്കൻഡ് ദൂരെ പറഞ്ഞോളൂ. കൂടിപ്പോട്ടെ 3 മിനിറ്റിന്റെ ദൂത് വിളിച്ചോ. 3 മിനിറ്റിന്റെ ദൂത് പറഞ്ഞപ്പോ ട്രാൻസ്ലേഷനെ ആയില്ല. ഓ, ഏത് ഭക്തരുടെ പ്രതിനിധികളില്ല. പക്ഷെ അവൻ കേൾക്കുന്നപ്പോ അവനാണ് എനിക്ക് ചെറിയ ഉദ്ദേശത്തോടല്ല, അങ്ങനത്തെ വലിയ ദൗത്യങ്ങളോടല്ല. ഇന്ന് അവിടെ ഒറ്റക്കാരികളോ തമ്മിൽ തന്നെ പിടിച്ചിരുത്തിയാൽ കേറി ലക്ഷ്യകൂടാതെ പിടിച്ചു കയറ്റി അതിന്റെ വാക്കുകൾ ഹോളി സ്പിരിറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങി. അതിന്റെ വാക്കുകൾ ഹോളി സ്പിരിറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങി. നീ വിശ്വസ്തകൾ കേൾക്കുന്ന മതി. നിന്റെ വാക്കുകൾ ദൈവം ചലിപ്പിക്കും. ഹോളി സ്പിരിറ്റ് ചലിപ്പിക്കും. നിന്റെ കിടത്തിൽ നോക്കണ്ട, നിന്റെ വാദത്തെ വാക്കുകൾ നോക്കണ്ട. നിന്റെ ഉപയോഗിക്കുന്ന കൊണ്ടല്ല. എന്നിട്ട് കർത്താവിനോട് പറയുന്നു, നീ എവിടെ സംസാരിക്കുന്നു അവിടെ ജനതി. അപ്പോൾ അതിനകത്ത് കൊടുത്ത, ഞാൻ അവിടെ നിന്ന് ശാന്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനകത്ത് കൊടുത്ത് ഒന്നാമത്തെ അപൂർവയ്ക്ക് നാവിന്റെ മേലുള്ള അധികാരത്തെ കൊടുത്തു. അവൻ വചന ദൈവത്തെ അവർ ഡിക്ലെയർ ചെയ്യുമ്പോൾ, ദൈവത്തിന്റെ വചനത്തെ അവർ ഡിക്ലെയർ ചെയ്തപ്പോ ആ വചനത്തിന് അവരുടെ അധികാരം. ഞാൻ ആവർത്തിക്കുന്ന ഒന്നും കൂടെ, മരണവും ജീവനും അപ്പോൾ ഇതിന്റെ 1-2 കാര്യം ഞാൻ നിങ്ങളിന്ന് തെളിയിച്ചിട്ടുണ്ട്. നമ്മളെന്താ കർത്താവിനെ കണ്ടേ? നമ്മുടെ ഭാവിയാണ്. നമ്മൾ ദൂതിന്ന് മാറുമല്ല, കണക്ട് ചെയ്തുകൊണ്ട് പോവുക. നമ്മൾ ഭാവിയാണ്. എന്നാൽ ഒരു സമയത്ത് കർത്താവായ യേശു ക്രിസ്തു എന്റെ അമ്മ കർത്താവായിട്ട് കൂട്ടിമുട്ടി അല്ലേ? കർത്താവായിട്ട് നമ്മള് കൂട്ടിമുട്ടിയപ്പോ നമ്മളെന്തോ പറഞ്ഞേ? എങ്ങനെ രക്ഷിക്കപ്പെട്ടെ? രക്ഷിക്കപ്പെട്ടവരൊക്കെ പറ. എങ്ങനെ രക്ഷിക്കപ്പെട്ടെ? എങ്ങനെ അത് പറഞ്ഞേ? എങ്ങനെ രക്ഷ? കർത്താവായ യേശു ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗുണ്ട്, ഇവിടെ പറഞ്ഞ വാഗുണ്ട് ഏറ്റു പറഞ്ഞപ്പോൾ നമ്മൾ ആരായി? പുതിയ സ്ഥിതിയിലാണ്. യേശുവിനെ സ്വന്തം രക്ഷിതാവിനെ സ്വീകരിച്ചപ്പോൾ എങ്ങനെ വാഗുണ്ട് ഏറ്റു പറഞ്ഞപ്പോൾ പൗലോസിന്റെ വെളിപ്പാടിൽ പറയാ, ഒരുവൻ ക്രിസ്തുവിനായപ്പോൾ അവൻ പുതിയ സ്ഥിതിയാകുന്നു, പഴയ സകലവും. അപ്പൊ വാഗുണ്ട് ഏറ്റു പറഞ്ഞപ്പോൾ സകലം എന്ത്? അപ്പൊ നമ്മൾ ആരായി? ആയേ. അപ്പൊ വാഗുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ക്രിസ്തുമായിട്ട് കൂട്ടിമുട്ടൽ ഉണ്ടാവുകയും രക്ഷകരെ സ്വീകരിക്കുകയും നമ്മുടെ ജീവിതത്തിനകത്ത് പുതിയ സൃഷ്ടിയായെന്ന് നമ്മൾ വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ നമ്മൾ ജീവിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി അപ്പൊ ഇത് ശ്രദ്ധിക്കണം. നാവിന്റെ ഒറ്റ കാര്യം പറയാതെ നിൽക്കില്ല. അപ്പോൾ അങ്ങനാണെങ്കിൽ പിന്നെ എങ്ങനെ നമ്മുടെ വീട്ടിൽ ശാപം നിൽക്കുന്നു?
ഒരു ദിവസം പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിനകത്ത് ശാപമാണ്, നിങ്ങളുടെ വീട്ടിൽ. അപ്പോൾ ദൈവവചനത്തിന്റെ പ്രിൻസിപ്പിൾ വരുമ്പോൾ അനുഗ്രഹം എത്ര വർഷം, അനുഗ്രഹം എത്ര കാലഘട്ടത്തിൽ വരയ്ക്കും? 1000. അതിന് ഒരു മനുഷ്യൻ ദൈവം കൊടുത്തിരിക്കുന്ന കാലഘട്ടത്തെ 1000 വർഷമാണ്. 1000 വർഷം. എന്നാൽ ശാപം ഒരു മനുഷ്യന്റെ ലൈഫിൽ തുടർന്നായി കയറി വരുന്നത് എത്ര വർഷം പറയാം? 4 അല്ലേ? 1000 വർഷം അനുഗ്രഹത്തിൽ വാഴാൻ ദൈവം കൊടുക്കുമ്പോൾ ശാപം എത്ര വർഷമാണ്? 4 വർഷം. അപ്പോ 4 വർഷം കഴിഞ്ഞ് 5ാം തലമുറയാണ്. 4 വർഷമല്ല, 4 തലമുറ കേട്ടോ. 4 വർഷമല്ല, 4 തലമുറ. 4 തലമുറ കഴിഞ്ഞ് 5ാം തലമുറയാക്കുന്ന നമ്മുടെ ക്രിസ്തുമായിട്ട് കൂട്ടിമുട്ടി, അല്ലെങ്കിൽ വേപ്പോട്ട് 3ാം തലമുറ കൂട്ടിമുട്ടി വെച്ചു. 5ാം തലമുറയാക്കുന്ന നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വീണ്ടും കേൾക്കുന്ന ശാപമാണ്. അതെങ്ങനെ വന്നു? ഇല്ലെന്നല്ല പറയുന്നത്. അതെങ്ങനെ വന്നു? നമ്മുടെ ഇതിനകത്ത് നമ്മൾ തന്നെ വിളിച്ചു വരുത്തുന്നതാണ് ആ ശാപം. നമ്മൾ തന്നെ വിളിച്ചു വരുത്തുന്നതാണ് ആ ശാപം. ഞാനൊരു ഉദാഹരണം പറയാം, നമ്മളൊന്നും ശരിയുന്നില്ല. ദേഷ്യം തീർപ്പോൾ അല്ലെങ്കിൽ ആരോടെങ്കിലൊക്കെ പറയട്ടെ, നമ്മൾ പറയും ഞാൻ പുത്തൻപുരയിടത്തിലെ വീട്ടിലെ ആളാണെന്ന് ഓർത്ത് വേണം പറയാൻ. എവിടുത്തെ ഒരു വീട്ടുപേര് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. പുത്തൻപുരയിടത്തിലെ ആളാണെന്ന് ഓർത്ത് വേണം. ഹലോ, പുത്തൻപുരക്കാരുടെ ഹിസ്റ്ററി ഒന്ന് തപ്പിയാൽ ഒന്നാമത്തെ വല്യപ്പന്റെ ഈ നിൽക്കുന്ന തലമുറ 4ാമത്തെ മുകളിലോട്ട് പോയാൽ 1ാമത്തെ പിടിച്ചു വലിക്കാരൻ, അടുത്ത 2ാമത്തെ തലമുറയുടെ വല്യപ്പൻ തനികട ഡോക്ടർ, 3ാമത്തെ തലമുറയുടെ അപ്പൻ അനീതിയും ചതിയും ആമേൻ കലപരിപാടി എല്ലാവരും കരുതുക. അടുത്ത തലമുറ എവിടെയോ കത്താത്ത കുട്ടി 5ാമത്തെ തലമുറ നിങ്ങോട്ട് പറയാ ഞാൻ ഇവിടുത്തെ കുടുംബത്തെയ. അപ്പൊ ഏത് വ്യക്തികളുടെ സാധ്യത? ഉത്തരപുരയുടെ കുടുംബത്തിനകത്ത് 1ാമത്തെ തലമുറ പോലെ നിൽക്കുന്ന വ്യക്തിയുടെ സാധനത്തെ, അതിനടുത്ത തലമുറയുടെ സാധനത്തെ നീ പിടിച്ചൊരു ആ കുടുംബത്തിലെ അംഗമാണ് എന്നൊക്കെ ആ ശാപത്തെ നീ വിളിക്കുന്നത്. നീ ഏത് കുടുംബത്തിലെയാ? നിന്റെ പൗരത്വമോ സ്വർഗത്തിന്റെ പൗരത്വത്തിൽ കിടക്കുന്നവൻ വീട്ടിലെ പാരമ്പര്യത്തിന്റെ പേര് മകന് വിളിച്ചു വരുത്തുമ്പോൾ അന്ന് അവിടെ കിടന്ന ശാപത്തെ നീ എന്നാൽ ഇന്ന് പകൽക്കലിനെ വിളിച്ചു പറയാ, നീ വാപ്പുകൾ വിളിച്ചു പറഞ്ഞു കൂടല്ല. എന്റെ വികാസം നമ്മൾ പറഞ്ഞെങ്ങനെയാ? എന്റെ പാപത്തിൽ ഹലോ, അപ്പോഴല്ലേ പുതിയതായത്? അപ്പോൾ പുതിയതായതിൽ നീ ചെല്ലുമ്പോ പഴയത് വിളിച്ചു വരുത്തിയ അത് ഇൻവെന്റായി വീട്ടിക്ക് മരണവും ജീവനും പ്രാർത്ഥിക്കുന്നവരുടെ നമുക്ക് സാധാരണ പകർച്ചകളുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഒരാൾക്ക് പനിയ അല്ലേ? ഒരാൾക്ക് പനിയുണ്ട്. ഇപ്പോഴത്തെ അടുത്ത് കോവിഡൊക്കെ പോകുന്നത് പറയുന്നത് ഉടനെ കാണാമെന്ന് പറയുന്നത് അടുത്തൊന്നും ഇരിക്കരുത് അല്ലേ? അടുത്തൊന്നും പനിയാണെങ്കിൽ മാറിയിരിക്കും. പനിക്കാരെ തുടർത്താൽ നിനക്കൊരു ബോധം ഒരു സാധനം പകരുന്നല്ലേ?
പണിക്കാരെ തൊട്ടോ ഇല്ലല്ലോ, ഇല്ല. എടാ അവന് നെഗറ്റീവ് പറയുന്നവരുടെ കൂടെ കൂട്ടുകൂട്ടിയാൽ അവന്റെ സാധനത്തിന്റെ ആ വിഷയം കൂടെ കൂടെ നിന്റെ നാമത്തിൽ നെഗറ്റീവ് പറയാം. ആ മനുഷ്യൻ അധികാരത്തോടെ വിളിച്ചു വരാം, ഇല്ലാത്തതിനെ ഉള്ളവരെ വിളിച്ചു വരാം. അധികാരം ഒരിക്കലും കൂട്ടദൈവാസം പറഞ്ഞൊരു വാക്ക് എനിക്ക് ഓർമ്മയുണ്ട്. ഒരാണെങ്കിൽ പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ മോൻ വീട് വെച്ച് കണ്ടിട്ട് ഞാൻ മരിച്ചാൽ മതി, എന്റെ മോന് വീട് വെച്ച് കണ്ടിട്ട് എനിക്ക് മരിച്ചാൽ മതി. അമ്മച്ചി ആര് പ്രാർത്ഥിക്കാൻ വന്നാലും ഏത് പാസ്പോർട്ട് നാട്ടുകാരും എല്ലാവരും വിളിക്കാൻ പറ്റും. അങ്ങനെ ദൈവം മോന് വഴി തുറന്നു, വീട് വെച്ചു. വീടിന്റെ തലേ ദിവസം അന്ന് തലേ ദിവസം വൈകിട്ട് കൊണ്ടുപോയി അമ്മ സ്വന്തം അമ്മച്ചി വീടൊക്കെ കാണിച്ച് എല്ലാം വൃത്തിയാക്കി. ആ ദേവദാസ പറഞ്ഞ വാർത്ത എല്ലാം കാണിച്ച് അമ്മച്ചി ഭയങ്കര സന്തോഷവും. അന്ന് രാത്രി അമ്മച്ചി വാക്യത്തുവാ വീട് വെച്ച് മോൻ വീട് വെച്ച് കണ്ടാ മതി, എന്നിട്ട് പോയാ മതി. നീ പറഞ്ഞത് എന്നാ നീ പറ, അത് ഞാൻ വാങ്ങി സാമത്തിലല്ല ഞാൻ വാങ്ങുന്നതാണ്. ഞാൻ അനുഗ്രഹത്തെ വാഴും, അനുഗ്രഹത്തിൽ വാഴും, സമൃദ്ധിയിൽ വാഴും, അഭിവൃദ്ധിയിൽ വാഴും, അഭിഷേകത്തിൽ വാഴും, ശുശ്രൂഷയിൽ വാഴും, ആയിരക്കണക്കിന് ആത്മാക്കളിൽ വാഴും, ദേശങ്ങളിൽ വാഴും, മണ്ഡലത്തിൽ വാഴും. അധികാരത്തിൽ കിടക്കുന്ന നമ്മുടെ നാമങ്ങൾ കൊണ്ട് നെഗറ്റീവ് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തിയാണ് അബ്രഹാം പറയുന്ന വാക്ക് നോക്കണം. അബ്രഹാം എന്ന് പറയുന്നത് ഭാര്യയോട് സ്വന്തം ഭാര്യയോട് പറയാ, ഞാൻ നിങ്ങളുടെ യാഗം കഴിച്ചിട്ടില്ല, ഞങ്ങൾ മണി ഒത്തിക്കാനാണ് പറയുന്നത്. പക്ഷെ അബ്രഹാമിന് അറിയാം, തൊട്ടു വിലക്ക് ചെല്ലുമ്പോൾ മോനെയാണ് യാഗമാക്കുന്നത്. അതേക്കാലം പറഞ്ഞ് നിങ്ങളുടെ ഞാനും മോനും കൂടെ യാഗം വെച്ച് മടങ്ങി വരാം. പക്ഷെ പറയുമ്പോൾ അവന് വാക്യം നെഗറ്റീവ് അല്ല പറയുന്നത്. ഹലോ, എന്നെ കൂടെയുണ്ടോ? മേരി നടക്കുന്നത് നെഗറ്റീവാണ്, പക്ഷെ അവൻ പറയുന്നത് നെഗറ്റീവ് അല്ല. ആ നെഗറ്റീവിന്റെ മുകളിൽ ഒരു പോസിറ്റീവ് പറയുക. ഞങ്ങൾ മടങ്ങി വരേ ഇല്ലാത്തവന് ഉള്ളതുപോലെ സംസാരിക്കുന്ന ഒരു
പരാജയപ്പെട്ട് കിടക്കുന്നിടത്ത് നീ പറയണമില്ല, അവന് കിടക്കുന്ന അധികാരമല്ല. ഒറ്റ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, എസെക്കിയേലിനോട് മുമ്പിൽ കിടക്കുമ്പോ കർത്താവ് ഒരു ചോദ്യം ചോദിച്ചു, നീ എന്തോ കാണുന്നു കുഞ്ഞേ? മറുപടി, ഉണങ്ങിക്കിടക്കുന്ന അസ്ഥി കാണുന്നപ്പാ. ഉടനെ കർത്താവ് ചോദിച്ചു, ഈ അസ്ഥി ജീവിക്കുമോ? ഉടനെ മറുപടി, കർത്താവേ അത് അങ്ങനെയോ. അടുത്ത ഒരു മറുപടി, പ്രധാനപ്പെട്ട വാക്ക്, നീ വിളിച്ചു പറയാൻ റെഡിയാണെങ്കിൽ ഞാൻ ജീവിപ്പിക്കാൻ റെഡിയാ. അടുത്തൊരു ദൗത്യമുണ്ട് നിങ്ങളുടെ സഭയിൽ. വിളിച്ചു പറഞ്ഞിട്ട് കർത്താവ് പറഞ്ഞ് കേറി ബാൽക്കണിയിൽ ഇരുന്നോളാം. അതിനാണ് ഭാഷ വിളിച്ചു പറഞ്ഞപ്പോൾ അവിടെ വായിക്കുന്ന അവൻ നോക്കിക്കൊണ്ടിരുന്നപ്പോ എവിടെയെങ്കിലും പോയി തിരിച്ചോ ഇല്ല. അവൻ വിളിച്ചു പറഞ്ഞിട്ട് അവൻ നീ പറയാനുള്ള പറയട്ടെ. നീ മാറിച്ചു മോനെ, നീ നോക്കിക്കൊണ്ടിരിക്കുമ്പോ നീ പറഞ്ഞത് ചതിക്കും. നിങ്ങറിയത്തില്ല, ഭയങ്കര അധികാരം. ചിലരുടെ നാമം കിട്ടുന്നില്ല, നീ അധികാരം കിട്ടുന്നില്ല. നീ പറയുന്നത് നടക്കുക, നിന്റെ നാമം ഓ അഭിഷേകനെ ഒന്നും പറയണ്ട, ചെയ്യ ഒന്നും ചെയ്യണ്ട. പറയാൻ റെഡിയാണോ? മലപ്പള്ളിയെ നോക്കി പറയാൻ റെഡിയാണോ? ദേശത്തെ നോക്കി പറയാൻ റെഡിയാണോ? രാജ്യത്തെ നോക്കി പറയാൻ റെഡിയാണോ? പട്ടണത്തെ നോക്കി പറയാൻ റെഡിയാണോ? നീ റെഡിയാണോ? ചിലർ 500 കൊല്ലത്തിലെത്തും. കണക്കെട്ടുകളാണ്. നമ്മുടെ ദൈവജീവനം വരെയാണ്. നമ്മുടെ നമ്പേഴ്സ് വേറെയാണ്. 10 ലക്ഷക്കണക്കിന് വല്ലപ്പോഴും വിടുവിക്കപ്പെടാൻ കിടക്കുമ്പോ നീ പറയാ, കർത്താവേ നീ 1000 നിന്റെ നാവുകൊണ്ട് പറ, നീ പിടിക്കൂടാ, നീ പിടിക്കൂടാ. ഇവിടെ പണ്ടത്തെ ഭാഷയിൽ വാക്ക് തെറ്റിട്ടുണ്ടെങ്കിൽ ചോദിക്കണം. മലയോര മേഖലകളിലൊക്കെ നിൽക്കുമ്പോൾ അരിക്കൂണെന്ന് പറഞ്ഞത് അല്ലെ, അരിക്കൂണെന്ന് പറഞ്ഞത് അതല്ല, ഒറ്റ രാത്രിയിൽ എണ്ണാൻ പറ്റാതെ ഒരു ദേശത്തൊന്ന് പൊട്ടിയാണ് പോകുമ്പോൾ ഇതേപോലെ ചിലത് നീ പറഞ്ഞു തുടങ്ങുമ്പോ ചിലത് പൊട്ടിയിൽ പോകുമ്പോ നിന്റെ ദേശത്ത് നിന്റെ കയ്യിലാണ്.
നീ പ്രവചിച്ച് മാനിക്ക്, നീ നോക്കിക്കൊണ്ടിരിക്കുമ്പോ അവൻ ചേരേണ്ടതെല്ലാം ചേരും. എന്നിട്ട് അവിടെ പ്രസക്തിയുടെ വാക്കുണ്ട്, ഹാൻഡിക്യാപ്റ്റനായി ഒരു കൈയില്ലാത്തവനായിട്ടൊന്നും അലയുന്നേക്ക് ഒരു സൈന്യമായി എഴുന്നേറ്റോ. ഇന്ന് രാവിലെ ദൈവം പറയുന്നു, നല്ലപ്പള്ളിയിൽ ഒരു സൈന്യം എഴുന്നേൽക്കാൻ ഈ ഒരു സൈന്യം പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, നീ പറയുന്നിടത്ത് ജനതയും. ഇനി അടുത്തൊരു ദൂതൻ പത്രോസിനോട് പറഞ്ഞ അടുത്തൊരു പദം, നീ കൈവച്ച രോഗികളിൽ. ഒന്നാമത് കർത്താവ് പറഞ്ഞു, നിന്റെ നാവിൽ എന്റെ ശബ്ദമിരിക്കും, നാവിന്റെ മേൽ അധികാരമില്ല. രണ്ടാമത് ദൈവം കൊടുത്തത്, നിന്റെ കൈ എവിടെ വെക്കണമോ അത് എന്റെ കൈയായി മാറും. ഞാൻ ഓർത്തോ പഠിച്ചിട്ടില്ല, എനിക്ക് ബി പി നോക്കാൻ അറിയത്തില്ല, എനിക്ക് എന്റെ ലോകത്തിന്റെ പ്രോബ്ലം പോലും പേര് പറയാൻ അറിയത്തില്ല. ആ വ്യക്തിയാണ് മോനെ ഞാനികളെ രക്ഷിപ്പിക്കാൻ നിങ്ങൾക്ക് വേണോ? ഒന്നും നിന്റെ വേണോ? ആരാ ദൂരം സ്വീകരിക്കുന്നത്? നീ കൈവച്ചാൽ നടക്കും, നീ കൈവച്ചാൽ നിന്റെ കൈവെക്കുന്നത് ഒരു പ്രത്യേകതയുണ്ട്. ലോകത്തിലെ ജ്ഞാനികളായിട്ടുള്ള എത്ര പ്രശസ്തരായിരിക്കുന്ന ഡോക്ടർമാർ കൈവെച്ചിട്ട് നടക്കാത്തതാണ് നീ കൈവെക്കുന്നത്. ഈ കഴിയുമ്പോ ക്യാൻസർ രോഗം കേൾക്കുമ്പോ പാസ്റ്ററുടെ കയ്യിൽ കൊണ്ട് വെക്കുക. അയ്യോ പാസ്റ്റേ, നല്ല വെള്ളം കഴിച്ച ഡോക്ടർമാർ പരിശോധിച്ചതാ. ആ ഡോക്ടർമാർക്ക് വെക്കാത്ത, ആ ഡോക്ടർമാർക്ക് നടക്കാത്തത് പൊട്ടനെ പോലെ. ഈ കൈ യേശുവിന്റെ കയ്യിൽ മാറുക. ഈ ഇത് ഭയങ്കര അഭിഷേകമാണ്. റിപ്പോർട്ടിനെ കീഴ കൈവെക്കുമ്പോ ഒരു സഹോദരിയുടെ കൈവെക്കുമ്പോ കൈവെക്കുമ്പോ അത് സൗഖ്യമായി മാറും.
നീ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, പക്ഷേ നിന്റെ പേര് മാറിയുമ്പോ നിന്നെ ഞാൻ ആൾ മാറ്റും. ആൾ മാറണോണ്ടാകില്ല. ഇന്നലെ കൈ കൊടുക്കാൻ പഠിച്ചത് ഇന്ന് അവന്റെ കൈ കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുക. പത്രോസിനെ ഭൂതത്തെ കിട്ടിയ സന്തോഷത്തിൽ കൈവച്ചപ്പോ അത് കൈവെക്കുമ്പോ രോഗം എന്ത് ചെയ്യും? അതെ, പരിശുദ്ധാത്മാവിന്റെ എൻകൗണ്ടർ ഒക്കെ കിട്ടി നേരെ സുന്ദരമെന്ന പണിവാറിലെ ആദിക്കച്ചനെ 40 വയസ്സ് പ്രായമുള്ള ഒരുത്തൻ അവിടെ ഇരിക്കുന്നത് കണ്ട് അവനെ കണ്ടിട്ട് ഒറ്റൊരു വാക്ക് എന്തെങ്കിലും തരണമെന്ന് ചോദിച്ചു. ഉടനെ അവൻ പറഞ്ഞു, മോനെ വെള്ളിയോ പൊന്നോ ഒന്നും എനിക്കില്ല, പക്ഷേ എന്റെ അകത്തുള്ളൊന്നുണ്ട്, അതിപ്പോ നിന്നെ തരാം. ഏറ്റവും ഇന്ത്യവസിയായ സ്പിരിച്വൽ സണ്ണാണ് തിമോത്തിയോസ്. ആ തിമോത്തിയോസിനോട് വമ്പ പറയുന്നത് പറഞ്ഞുണ്ട്, എന്റെ കൈവെപ്പിനാണ് നിനക്ക് ലഭിച്ച കൃപാവരങ്ങളെ നീ ജ്വലിപ്പിക്കാൻ പറഞ്ഞു. ആ വാക്കിൽ നിന്നോട്ട് പത്രോസിനോട്ട് കൊണ്ടുവരുക. എന്റെ അകത്ത് കിടക്കുന്നൊരു കൃപയുണ്ട്, അത് ഞങ്ങൾ എടുക്കാൻ പോവാ. സുന്ദരന്ന ഗോപുരത്തെ 10,000 വരുമ്പോ അവിടെ ലക്ഷിച്ചു മാറിയിരിക്കാനല്ല, വിമർശനം നോക്കി ഇരിക്കാനല്ല, ഓരോരുത്തരെ ചെയ്യാനുള്ള ഈ ചെയ്യുന്ന സ്വീകരണമായ വരുന്നവരല്ല. 2 വെള്ളിക്കാശുകാരെ പറ്റത്തുണ്ട്, പേരിൽ പ്രതിമയുള്ളവർ അപ്പുറത്തുണ്ട്. പക്ഷെ 40 വർഷമായി വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നവന്റെ അടുത്തോട്ട് ചെന്നിട്ട് പറഞ്ഞു, അവൻ തരുന്ന വെള്ളി എനിക്കില്ലാത്തന, അവൻ തരുന്ന സ്വർണ്ണം എനിക്കില്ലാത്തന, പക്ഷെ അവൻ ഒരിക്കൽ കടപ്പുറത്ത് കടന്നപ്പോ എനിക്കൊരു വിളി വന്നായിരുന്നു. ആ വിളിയിൽ ചെന്നപ്പോ അന്ന് കൈവച്ചെന്ന് പറഞ്ഞു, ആരെയൊക്കെയോ പേടിച്ച് കുറെ നാട്ടിൽ ഞാനത് ചെയ്തില്ല. ആരെയൊക്കെ ഭയന്ന് ഞാൻ പലപ്പോഴും ചെയ്യാതെ ഒഴിഞ്ഞുപോയി. പക്ഷേ ഇന്നലെ എനിക്കൊന്ന് നാടിയുണ്ടായപ്പോ എനിക്ക് അകത്തേക്ക് പരിശുദ്ധാത്മാവ് ഇത് നിന്റെ സമയം. ഓ ഇത് നിന്റെ സമയം. എന്നോട്
അവനെ കൈ പിടിച്ചു. ആ കൈ കീഴോട്ട് പിടിക്കുമ്പോൾ ആ കൈയിലോട്ട് കൊടുക്കുമ്പോ അവൻ അകത്തിരിക്കുന്ന ക്രിസ്തുവിന്റെ ഉള്ളിലെ ക്രിസ്തുവിന്റെ കടമ അവന്റെ ബാഹ്യകല മാറുക. ആ ബാഹ്യ കരത്തിനകത്തൂടെ ഇന്നലെ എൻകൗണ്ടറായി മാറിയ ലോകത്തിന് മുമ്പിൽ ഇന്ത്യക്കൈ പാഴായി മാറി ദൈവരാജ്യത്തിന് മുമ്പിൽ ഇന്ത്യക്കാര ഇത്രയൊന്നും നീ ഡോക്ടർമാർക്ക് കഴിയാത്തത് ഞാൻ കൈവച്ച നടന്നത്, മെഡിക്കൽ സയൻസ് എത്തിത്തള്ളുന്നത് ഞാൻ കൈവിടുമ്പോൾ സംഭവിക്കാമെന്നത്. യേശുവിന്റെ നാമത്തിൽ ധൈര്യമുണ്ടോ നീ ചെയ്യ, ധൈര്യമുണ്ടോ നീ പറ, ധൈര്യമുണ്ടോ നീ ചെയ്യ. അത് നടക്കുന്ന സമയമായത്. ഇത് നിന്റെ സമയമാണ്. ഉടനെ പത്രോസ് ഈ അക്വേഷനൊക്കെ നടത്തി അങ്ങോട്ട് പോയപ്പോഴേ പത്രോസിന്റെ മതിയാകുന്നില്ല. അമീൻ പറഞ്ഞാട്ടെ. ചില തുകകൾ കിട്ടുമ്പോൾ അതിനകത്താണ് ഒതുങ്ങുന്നത് കേട്ടോ. പിന്നെ കേൾക്കണം, അടുത്ത സാധനത്തെ പിടിക്കണം. അവൻ അതിനകത്ത് ഒതുങ്ങാൻ തയ്യാറായില്ല. അവൻ അടുത്ത ആത്മാമണ്ഡലമായിട്ട് കയറി അറ്റേക്കായി. ആമീൻ പറഞ്ഞാട്ടെ. അവൻ അറ്റേക്കായി തുടങ്ങി കഴിഞ്ഞപ്പോൾ എന്താപ്പുറത്തേക്ക് പറയുമ്പോ ഇന്നലെ കൈവെക്കണം, ഇന്ന് മറന്നാൻ മതി. ഞാൻ പറയുന്നത് ഇന്നലെ കൈവെക്കണമായിരുന്നു. ഇന്ന് അവനെ ക്രോസ് ചെയ്യുന്ന നേരെ ഇന്നലെ കൈവെക്കണമാണെങ്കിൽ ഒരു തലമുറയ്ക്ക് പത്രോസിനെ വെറുപ്പായി. ഒരു തലമുറയ്ക്ക് പത്രോസ് സ്റ്റാൻഡേർഡിലായിരുന്നു. ഒരു തലമുറയ്ക്ക് പത്രോസത്തിന് വരെ സ്നേഹമില്ലായിരുന്നു. എന്നാൽ അടുത്ത തലമുറ പത്രോസിന്റെ വരവ് കാത്തിരിക്കുക. അവൻ വെളിയിൽ നമ്മട്ടിലും അവന്റെ നെയ്തൊന്ന് കാട്ടില്ല. ഓ അഭിഷേകം അഭിഷേകം പേര് മാറി ആള് മാറി, പേര് മാറി ആള് മാറി, ഈ പറഞ്ഞ സ്വീകരിക്ക, ഈ പറഞ്ഞ സ്വീകരിക്ക, കാണുന്നില്ല കാണുന്നില്ല, ഇത് തെളിവില്ല, ഇത് തെളിവില്ല. ഒരു തലമുറ പത്രോസ് മല്ലപ്പള്ളി ടൗണിലൂടെ വരുന്നുണ്ടെന്ന് പറയുമ്പോ മല്ലപ്പള്ളിയുടെ ഏതൊക്കെ ഗ്രാമവാടുണ്ടോ അവിടുത്തെ തലമുറ മൊത്തം അവൻ എഴുതാൻ നോക്കിയിട്ടു പിടികിട്ടുന്നില്ല. കഴിഞ്ഞ ഒരു സീസൺ ഒരു കാലഘട്ടം അവൻ വരുമ്പോ മറ്റുള്ള ഊക്കത്തെ കൈവച്ച് മാറിയില്ല. അഭിഷേകം വീട് ഒരുത്തനെ ആഗ്രഹിക്കുമ്പോ ഈ പകൽ വിശ്വാസത്തോടെ നിൽക്കുന്നത് എന്റെ വരവ് കാത്ത് ജനറേഷൻ വെയിറ്റിംഗ് ഞാൻ എന്റെ നേതൃത്വത്തെ രോഗികൾ സമീപിക്കുന്നത് വചനത്തിൽ പവനാണെങ്കിൽ പത്രോസിന്റെ മകളാണെങ്കിൽ അത് എന്നിൽ കാണും, അത് എന്നിൽ കാണും. പെട്ടെന്ന് പ്രാർത്ഥിക്കും. നാവിന്റെ കടന്ന് നദിവാകുന്നത് നീ പറ. നിമിക്കുകൾ അറിയിപ്പോ
ഭയങ്കര വിടുതലാകുന്ന മറ്റു വാക്കിൽ പറയാനില്ല. ഓരോ മക്കളെയും കൊല്ലത്തിന് മക്കളെയും ഫിനാൻസിന്റെ ലോക്കിൽ പൊട്ട് ചപ്പളയുക കൈക്കത്ത് വണ്ടിക്കൂലില്ലാതെ വന്ന് എരിഞ്ഞ പെട്രോളിന്റെ കാശിലെ എരിഞ്ഞ തിരിച്ചു പോകുമ്പോൾ അപ്പുറം ഇങ്ങോട്ട് പോകും. സമർപ്പിക്കാത്ത വാഴാക്കാത്ത ആദ്യം വോട്ടായിട്ട് വന്നതിന് അപ്പുറം ഇങ്ങോട്ട് പോകും. ഇനി എന്റെ വോട്ടുകളൊന്നും ഇനി മതകത്തില്ല. ഞാൻ ഒന്നുകൂടി ചോദിക്കാണ്ട് പത്രോസ് ഇതൊക്കെ ചെയ്യാൻ നിനക്ക് എടുക്കുന്ന ഒരു കോൺഫിഡൻസ് കിട്ടിയേ. പത്രോസ് ഒരു ഒറ്റ കാര്യമാണ്, സ്വർഗരാജ്യത്തിന്റെ താക്കോലിന്റെ കയ്യിൽ തന്നതല്ല, ഒരു വെളിപ്പാടുള്ള പറഞ്ഞു. ഈ ഭൂമിയിൽ കൊത്തുന്നത്, ഈ ഭൂമിയിൽ അടിക്കുന്നത്, ആ നാമിന്റെ അർത്ഥം ഈ എന്താ പറയുന്നത്? വിമർശിക്കുന്നു, എതിര് പറയണം, എതിര് പറയും. പക്ഷെ ചർച്ചിലെ താക്കോൽ ഭാഷകളുടെ കയ്യിലിരിക്കുമ്പം പുറത്തിറങ്ങാൻ എന്ത് വന്നിട്ട കാര്യം തുറക്കാൻ ഇഷ്ടമുള്ളവർ തുറക്കും, ഇഷ്ടമുള്ളവർ കൂട്ടും. എന്താ വിഷയം? താക്കോൽ താക്കോൽ നിന്റെ മറ്റൊരു കാര്യം രണ്ട് കാര്യം കൂടെ പറഞ്ഞ് കണക്കി നിർത്താം. പത്രോസ് മൂന്നാമത് പറഞ്ഞ പത്രം, നിന്നെ കാണുമ്പോൾ പരിശോധിച്ച ശക്തികളുടെ ഭൂതങ്ങളുടെ മേൽ മഹാവിചാരങ്ങളുടെ മേൽ നിന്റെ മുമ്പിൽ ഭയങ്കര അധികാരം കേൾക്കണം. ഭൂതങ്ങൾ നിന്റെ മുമ്പിൽ നിന്ന് നീ ഭൂതങ്ങൾ നീ ഭൂതങ്ങൾ അഭിഷേകത്തിന്റെ തീ വഹിച്ചുകൊണ്ടിരിക്കുമ്പോ നീ കേറുന്ന പ്ലാറ്റ്ഫോമാകട്ടെ വേദികളാകട്ടെ ശക്തികൾക്ക് നിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയും. തെളിയിച്ചു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. ഏതൊക്കെ ശക്തികളുടെ വിരോധമായി എഴുതേറ്റാൽ അതിനൊന്നും നിന്നെ ജയിക്കാൻ കഴിയത്തില്ല. പകരം നീ അതിനെ ജയിക്കും, അതിനെ നീ എന്താ അധികാരം? നീ ഭൂമിയിൽ കൂട്ടുന്നത് നിന്നാവുണ്ട്. ചിലരെ നോക്കിയിട്ട് ഒരു കുട്ടിക്ക് നീ പറയുന്നത് നോക്കണം വേണ്ട. അത് റെഡി നീ പറയുന്നത് നടന്നിട്ടുള്ളൂ. അത് നീ പറയുമ്പോൾ അപ്പോൾ തന്നെ ആക്റ്റീവാകാനുള്ള സിസ്റ്റമായിട്ട് തന്നെ കണക്ട് ചെയ്ത് വെച്ചേക്കണം. നമ്മുടെ മൊബൈലിൽ ഫിംഗർ ലോക്ക് ഉണ്ട്, ചിലത് ഫേസ് ലോക്ക് ഉണ്ട്. നിന്റെ ഫേസിലോട്ട് മൊബൈൽ പൊക്കിയാൽ മതി, അപ്പോൾ അത് ഓപ്പൺ ആകും. ഈ ലോകത്തിന്റെ സിസ്റ്റമായാണ് ദൈവരാജ്യത്തിന്റെ സിസ്റ്റമാണ്. ഈ ദിവസങ്ങൾ ദൈവത്തിന് അങ്ങനെ ഒരു തലമുറയുണ്ട്. ഇന്ന് രാവിലെ ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു പോകുന്നവരെയാണ് എനിക്ക് വേണ്ടത്.
കേട്ടത് ചെയ്യുന്നത് തലമുറകളാണ്. നിങ്ങളോട് ഉണർന്ന് നടക്കട്ടെ, നിങ്ങളുടെ റിവൈവൽ നടക്കണ്ടേ, നിങ്ങൾ അസാധാരണ നടക്കണ്ടേ. വിശ്വസിക്കാൻ ഇന്നു മുതൽ വിശ്വസിക്കേ. ഞാൻ ആളെന്ന് നൽകുകയും എന്റെ പേര് മാറുകയും ഞാൻ ആളെന്ന് നൽകുകയും ചെയ്യുക. അഭിഷേകത്തിൽ എന്റെ പേര് മാറും, അഭിഷേകത്തിൽ ഞാൻ ആള് മാറും. എത്ര പ്രാപ്യം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഒരുമിച്ച് നമുക്ക് ഇതേ ദിവസങ്ങളിലേക്ക് നേൽക്കാം. ഒറ്റ രക്ഷകളിൽ ആത്മാവിനെ സ്വീകരിച്ച് നിൽക്കുവായിരുന്നു. എന്നാൽ നിങ്ങൾക്ക് ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി രണ്ടാമത് ഒരു കാര്യം പറയാം, നമുക്ക് ഡിക്ലെയർ ചെയ്യാം. പത്രോസ് പറഞ്ഞു, മോനെ പത്രോസേ, നീ മരിച്ചവരെ നീ അവിടെ വന്നപ്പോ എന്താ തന്നെയില്ലാത്ത ഉറക്കെ പറഞ്ഞു ഉയർപ്പിക്കും, ഉയർപ്പിക്കും. പൈശാചിക ശക്തികൾ ഒരുത്തനെ അറ്റാക്ക് ചെയ്തിട്ടാണ് അഭിഷേകമുള്ള നമ്മളത് ഉയർപ്പിക്കണം. കയ്യിൽ പറയുന്നതല്ല, ആ ജീവിതത്തിൽ കയറുന്നെന്ന് പറയുന്നത് തലമുറയില്ല. താക്കോൽ കൈക്കത്തില്ല, താക്കോൽ കയ്യിലില്ല. ആത്മാവിന് ഡിക്ലെയർ ചെയ്യും മരണവും ജീവനും. അപ്പം ജീവൻ നിന്റെ നാമിനകത്തിരിക്കുമ്പോ കൈവച്ച രോഗി സൗഖ്യമാകും, സൗഖ്യമാകും. പ്രാർത്ഥനയെ ഞങ്ങളുടെ തട്ടി രോഗി സൗഖ്യമാകും. വാദനം മുതലേ വിടുതൽ പ്രാപിക്കുമോ? ആമി ഭൂതങ്ങൾ പുറത്തുപോകും. ഒരിക്കലും കൊടാത്തത് ഞാൻ തൊഴുന്നു പറയാം, ഒരിക്കലും കൊടാത്ത കാറ്ററിൽ ഞാൻ തൊഴുന്നു പറയാം, കേരളം കൊടാത്തത് ഞാൻ തൊഴുന്നു പറയാം. ആമേ പറ, ആമേ പറ. നിന്റെ പ്രാർത്ഥന പച്ചവെള്ള പോലെ ഒഴിച്ചപ്പോ തീ ഇറങ്ങി കത്തിക്കുന്ന ദൈവമുണ്ടെങ്കിൽ വീട്ടിലെ അത്ഭുതത്തെ നടത്താൻ കഴിയുന്ന ഒരു കർത്താവിന്റെ ഭൂതകളുണ്ട്. കൈകളിൽ അത്ഭുതം നടത്തിയ ഈ സമയങ്ങളിൽ ഞാൻ പറയും, എല്ലാ സമയം പോകാറുണ്ട്. ആർക്കും ഇല്ലാത്തൊരു വെളിപ്പാട്, ആ എവിടെ നടക്കാത്ത ഒരു ആത്മതലം, എവിടെ നടക്കാത്ത റിവൈവൽ, എവിടെ നടക്കാത്ത കൂട്ടത്ഭുതങ്ങൾ സീസണുകൾ തുടങ്ങണം. കൂട്ടങ്ങൾ വന്നു കയറട്ടെ. പൗരോഗത്തിന്റെ അനന്തരത്തുള്ള കൂട്ടങ്ങൾ സ്ഥലത്ത് വന്നു പൊട്ടിക്കുന്നു. പൈശാചിക മന്ത്രങ്ങളെ പൊട്ടിക്കുന്നു, എതിർ പ്രാർത്ഥനകളെ പൊട്ടിക്കുന്നു. ഇവിടെ നിൽക്കുമ്പോൾ ഭയങ്കര ദൈവിക ഒരു മഞ്ഞ് പെയ്തിറങ്ങുന്നത് പോലെ ഒരു പ്രത്യേക പ്രസൻസ് ഞാൻ അനുഭവിക്കുന്നു. എന്നിങ്ങനെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നമ്മുടെ കർത്താവ് വരുന്ന 2.5 വർഷത്തിന് ഈ സഭയുടെ സാധ്യതയിൽ മൊത്തത്തിൽ മാറ്റും. കർത്താവ് ഇങ്ങനെ ഇടപെടുന്നു. അസാധാരണമായിരിക്കുന്ന കാര്യങ്ങളെ കൈകാര്യം ചെയ്യും. ദൈവം ഒരു ടീമിനെ ഇതിനകത്ത് നേടുന്നു. എന്നൊക്കെ കർത്താവിനോട് പറയുന്നു, ഈ കുന്നേരികൾ പോലെയുള്ള സ്ഥലങ്ങൾ, ഗ്രാമം പോലെ നിൽക്കുന്ന ചുറ്റുപാടുകൾ, ചെറിയ ചെറിയ കേസങ്ങൾ പോലെയുള്ള ഫെലോഷിപ്പുകളാണ്. അതിനകത്ത് കൂട്ടങ്ങൾ, അതിനകത്ത് ആളുകൾ ഇതിനകത്ത് വന്നു. എന്നോട് കർത്താവിനോട് പറയുന്നു, ഇതിനകത്ത് ശ്രുതിയോട് കൂടി പൊങ്ങി വരുന്ന അവിശുദ്ധ തലമുറകളുണ്ടാകും. യാവത്തിനോ വാങ്ങിനെയാ യേശു ദേശത്ത് വന്നത്, വീട്ടിൽ വന്നത് ദേശത്തിന്റെ ശ്രുതി പരത്തി. അതേപോലെ ശ്രുതിയോട് കൂടെ ചില തലമുറ ഇതിനകത്ത്
കർത്താവ് പുറത്തു വരും. എന്നോട് ഞാൻ കർത്താവ് ഇടപെടുന്നു. ഇത് ഒരു മേഖല മാത്രമായിട്ട് ഇവിടെ നിൽക്കത്തില്ല. ഇതിന് ദൈവം ചില ബ്രാഞ്ചുകൾ ദൈവം തുറക്കും. എന്നോട് കർത്താവ് പറയുന്നത് പട്ടണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കർത്താവ് ചില പ്രവർത്തന മേഖലകളെ ദൈവം തുറക്കും. ഇതിന് പർട്ടിക്കുലർ ദൈവം ഓഫീസ് എനിക്കറിയത്തില്ല. എനിക്ക് ചർച്ചിനെ കുറിച്ചോ ചർച്ചിന്റെ ടീച്ചറോ ഒന്നും അറിയത്തില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ എന്റെ സഭയെ പണിയും. ഞാൻ എന്റെ സഭയെ പണിയും. പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച് ഞാൻ ഇങ്ങനെ എനിക്കെന്തോ ആത്മാവിനോട് പറയുന്നു, ഒരു പരിധിക്ക് മുകളിലോട്ട് വളർത്താതെ ഈ മല്ലപ്പള്ളിയുടെ ദേശത്തിൽ ആഗ്രഹിക്കുന്ന സ്പിരിച്വൽ മേഖലയ്ക്കെതിരെ നിൽക്കുന്ന ഒരു ബോണ്ടേജിനെ ഞാൻ ഇവിടെ ബ്രേക്ക് ചെയ്യാതെ കർത്താവിനെ കാണിക്കുന്നതിന് കുറെ വൃക്ഷം ഇങ്ങനെ പൊങ്ങി അടികളെല്ലാം ഭയങ്കര ഫലമാണ്. വീണ്ടും ഇങ്ങനെ തടച്ചു പൊങ്ങിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഞാൻ ഒരു വെളിപ്പാട്, ഒരു ആയുധം പോലെ വന്നിട്ട് ആ തടച്ചു വളർത്തുന്ന ഭാഗത്ത് തന്നെ അതിനെ മൂൾപ്പം വെട്ടി മാറ്റുന്ന ഒരു സ്പിരിറ്റ് ഇങ്ങനെ കാണിക്കുന്നു. അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. സഭകളെ മുകളിലോട്ട് വളർത്താതെ, ആത്മാക്കളുടെ ഉണർവിനെ കൊണ്ടുവരാതെ അതിനെ താഴ്ത്തുകൊണ്ടിരിക്കുന്ന ഈ ദേശത്തിനകത്ത് വ്യാപരിഞ്ഞ് മറഞ്ഞുകൊണ്ട് വ്യാപരിക്കുന്ന വക്രസർപ്പമായ ലിബ്യാതാന്റെ ശക്തികളെ ഞാൻ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സ്വർഗത്തിന് ഭൂമിക്കും അധികാരമുള്ള നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ആ ബോണ്ടേജിനെ വെട്ടുകയാണ്. ആ ശക്തിയെ എന്നോട് കർത്താവേദനയുണ്ട്. ദൈവദാസന്മാർ ശുശ്രൂഷയിൽ വിളിയുള്ളത് ഭയങ്കരമായ അഭിഷേകത്തെ വഹിക്കുന്നവർ പോലും ഒരു 10 കിലോമീറ്റർ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ലൈഫിൽ ഭയങ്കര സ്ട്രഗിളുകൾ അനുഭവിക്കുന്ന മൈലേജുകളില്ലാതെ ലോക്ക് പോലെ ആക്കി ഒതുക്കി അവർ കരയുന്നു, അവർ ഉപവസിക്കുന്നു, അവർ വാക്തത്വം കേൾക്കുന്നു. പക്ഷെ അവർക്ക് മുകളിലോട്ട് കയറാൻ ലോങ് ടൈം യാത്ര ചെയ്യാനോ പറ്റാതെ, മീൻസ് മഴയെ പോലെ ഓടിക്കയറാനോ പറ്റാതെ ഒതുങ്ങിപ്പോകുന്ന ഒരു ബോണ്ടേജിനെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധന്റെയും നാമത്തിൽ ഭയങ്കരമായി പ്രാർത്ഥന കേൾക്കുമ്പോൾ തന്നെ സാമ്പത്തികത്തിനകത്ത് പല ഇഷ്യൂസ് ഉണ്ടാക്കി. അത് സ്പിരിച്വലിനെ ബാധിച്ച് മനസ്സിനെ ഭയങ്കരമായി ഡിസോർഡർ ആക്കി കളയുന്ന പല കുടുംബത്തേക്ക് അത്യാവശ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ബോണ്ടേജിനെ ഇപ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കർത്താവേ, അവരുടെ ചുമീകരണത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ നാമച്ചും ഞാൻ അനുഗ്രഹിക്കുന്നു. എല്ലാവരും 2 മിനിറ്റ് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു ശാന്തമായി എന്റെ കോൺഷ്യസ് ദൂതന്മാരുമായിട്ടുള്ള ബന്ധമെല്ലാം ദൂതന്മാർ
കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഈ ജനത്തിന് അനുഗ്രഹിക്കുക. അങ്ങയുടെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു കർത്താവേ. ഈ കാലുമായി ബന്ധപ്പെട്ട് കുറച്ച് നിൽക്കുമ്പോൾ ഈ ഇടഭാഗം തൊട്ട് താഴോട്ട് ഭയങ്കരമായി ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന ചില മസിൽ പ്രോബ്ലംസ് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകണം. ഇപ്പോൾ സൗഖ്യമാകണം. ചിലരുടെ ഫിസിക്കലി പ്രോബ്ലംസ് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമായി മാറട്ടെ. പുത്തൻ ആരോഗ്യങ്ങൾ ഉണ്ടാകട്ടെ. പുത്തൻ ആരോഗ്യങ്ങൾ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഉദരത്തെ വൈറസ്മായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന പ്രോബ്ലംസ് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഓൺലൈനെ കാണുന്നവരുടെ ഭയങ്കര ഓൺലൈനെ കാണുന്ന ചില വ്യക്തികള് പ്രത്യേകിച്ച് പുതുവലിയുമായി ബന്ധപ്പെട്ട് സ്ഥലമായി ചില വ്യക്തികളെ ഇന്ന് ദൈവത്തിന്റെ ദൂതനിറങ്ങി തുറന്ന വഴി തുറന്നതിൽ ഡെലിവറൻസ് നടക്കാമോ? കർത്താവേ, ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ച സാന്നിധ്യത്തെ കണക്ട് ചെയ്യുന്നത് പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ച്
Hallelujah. 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 What a blessed time. Hallelujah. What a blessed moment that we are having. Hallelujah. കർത്താവിന്റെ ഔലിയ സാന്നിധ്യത്തോട് ദൈവത്തിന്റെ ആത്മാവിനോട് ഓരോരുത്തരും വ്യക്തിപരമായി നിവർത്തനായിട്ട് പരിശുദ്ധാത്മാവിൽ നിറച്ച് അതിനെ ശുശ്രൂഷ നടത്തുന്ന
കൊടുക്കുവാൻ, അല്ലെങ്കിൽ ദൈവകരങ്ങളില് അല്ലെങ്കിൽ നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ അല്ലെങ്കിൽ കർത്താവ് നമുക്ക് തന്ന ഭാഗ്യത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യാം, സ്തുതിക്കാം. അല്ലെങ്കിൽ കർത്താവദാസനോട് നാം കേട്ടതുപോലെ അല്ലെങ്കിൽ അപ്ഡേറ്റ്സിന്റെ അല്ലെങ്കിൽ വേർഷനിലേക്ക് നമുക്ക് കടന്നു വരുവാൻ, നമ്മുടെ മൊബൈൽ എത്ര എക്സ്പെൻസീവ് ആണെങ്കിലും നമ്മുടെ സിസ്റ്റം എത്ര വലിയ വില കൂടിയതാണെങ്കിലും അത് ടൈം ടു ടൈം നാം അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ ആ സിസ്റ്റം കൊണ്ട് ഒരു പ്രയോജനമില്ല എന്ന് ദൈവത്തിന്റെ ആത്മാവുള്ള ഓർമ്മപ്പെടുത്തുന്നു. നാം ഓരോരുത്തരും നമുക്കറിയാം ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഈ പുതിയ ടെക്നോളജിയിലാണ്, ടെക്നോളജിയുടെ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും വില കൂടിയ മൊബൈലായിരിക്കും കയ്യിലിരിക്കുന്നത്, വില കൂടിയ ലാപ്ടോപ്പ് ആയിരിക്കും നമുക്ക് കയ്യിൽ നിൽക്കുന്നത്. പക്ഷെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന മെസ്സേജുകൾ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഒരു കാലത്ത് ഞാൻ ദൈവസന്നിധിയിലായിരുന്നു, ഒരു സമയത്ത് ഞാൻ ദൈവസന്നിധിയിലായിരുന്നു, പ്രാർത്ഥിച്ചു, എന്റെ ദൈവം എന്നെ വിടുവിച്ചു. ശരിയാണ്, നല്ലതാണ്. പക്ഷേ ഇപ്പോഴും ഞാൻ ആ പഴയ അവസ്ഥയിലാണെങ്കിൽ വചനവും നമ്മളെ അത് ഓർപ്പിക്കുന്നത് ഇപ്പോഴും പാൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയല്ല. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ വളരണമെങ്കിൽ ഹല്ലേലൂയ അപ്ഡേറ്റ്സ് ജീവിതത്തിൽ ആവശ്യമാണ്. അപ്ഡേറ്റ് ആകാതെ എനിക്ക് ദൈവത്തിൽ നിന്ന് പുതിയത് പ്രാപിക്കാൻ സാധിക്കത്തില്ല. എപ്പോഴും ഞാൻ പഴയതല്ല. ഹല്ലേലൂയ, സ്തോത്രം. ഒരു സമയത്ത് ഞാൻ പറഞ്ഞു, ചിലപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ചെറിയൊരു രോഗം മാറി, ചെറിയൊരു അവസ്ഥയിൽ മാറ്റമുണ്ടായി, അതിന് മാത്രം ഞാൻ ഒതുങ്ങാനല്ല. ഹല്ലേലൂയ, ഇന്ന് ഞാൻ നടന്നു പോകുമ്പോൾ അവിടെ കൊണ്ടുവരണം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, മരിച്ചവരെ പോലും യേശുവിന്റെ നാമത്തിൽ വിടുതലുണ്ടാകണം. ഹല്ലേലൂയ, ആ നടപടിയിലേക്ക് നാം കടന്നു വരണം. ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ ആൾ മാറുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, പേര് മാറുമ്പോൾ ആൾ മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആ ഒരു നിറവിലേക്ക് ദൈവത്തിന്റെ നമ്മളെ കൊണ്ടുവരാനായിട്ട് സ്തോത്രം ചെയ്യാം. ലഭിച്ചവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് ഹല്ലേലൂയ പകർന്നതിനായിട്ട് നന്ദി പറയുന്നു. ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞവർക്കായി നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഒരു കുഞ്ഞു പോലും വൃതമാക്കിയിട്ടില്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. നമ്മുടെ ഇവിടെ കടന്നു വന്ന ഹല്ലേലൂയ ഇതിൽ സമയത്ത് നിന്ന് കടന്നു വന്ന ദൈവദാസന്മാർ, സഹോദരിമാരുണ്ട്. അവരെ സ്തോത്രം ചെയ്യുന്നു. ആ കുഞ്ഞുങ്ങൾക്കായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് നിങ്ങളുടെ കടന്നു വന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ 10 സെഷൻസിലും നിങ്ങളിവിടെ കടന്നു വന്നു. നിങ്ങൾ അനുഭവിച്ച ഈ ദൈവകൃപ ഓരോ ദിവസവും നമ്മൾ അവനായിട്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ, ആദ്യത്തെ ദിവസത്തെ ഓരോ സെഷൻ കഴിഞ്ഞുകൊണ്ട് നമ്മൾ അപ്ഡേറ്റ് ആകുകയായിരുന്നു. ഇന്ന് നമ്മുടെ ദൈവം ആ പുതിയ ലെവലിലേക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ദൈവത്തിന്റെ വചനവുമായി കടന്നു പാസ്റ്ററുടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ശക്തമായി കർത്താവ് വേലയ്ക്ക് വേണ്ടി കൂടുതലായിട്ട് ഉപയോഗിക്കട്ടെ. വരുന്ന തലമുറയ്ക്ക് പുതിയ ഹല്ലേലൂയ സ്തോത്രം മേഖലകളിൽ കർത്താവ് കൊണ്ടുവന്ന എല്ലാ മേഖലകളിലും ശക്തമായി തന്നെ ദുരിതമായിട്ട് കഴിഞ്ഞവരും ജീവിതങ്ങളെ കുടുംബങ്ങളെ ദേശത്തെ കർത്താവിനെ നേടുവാൻ ഹല്ലേലൂയ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ കഴിഞ്ഞ 11 സെഷൻസ് ഇന്ന് 11ാമത്തെ സെഷനായിരുന്നു നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. 11 സെഷനിലും കടന്നു വന്ന് നമ്മളോട് പ്രാർത്ഥനയിൽ സഹകരിക്കുകയും പ്രാർത്ഥന റിക്വസ്റ്റുകൾ അയച്ച് നിങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ലൈനിൽ കൂടെ നമ്മൾ കാണുന്നവര് പ്രാർത്ഥന റിക്വസ്റ്റുകൾ നമുക്ക് അയക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ പ്രാർത്ഥന റിക്വസ്റ്റുകൾ നമുക്ക് ലൈവ് അപ്ഡേറ്റ്സിന് വേണ്ടി പ്രത്യേകിച്ച് വാട്സ്ആപ്പ് ചാനലുണ്ട്, അതുപോലെ തന്നെ യൂട്യൂബ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മെസ്സേജുകൾ അയക്കാം. അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത് കൂട്ടമിലൂടെ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി കടന്നു വരുന്ന കുഞ്ഞുങ്ങളോട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ചെയിൻ പ്രേയേഴ്സ് ഉണ്ട്. നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി മുട്ടുപായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങൾ വിഷയങ്ങൾ അയക്കാം. അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് കാര്യങ്ങൾ ഓർക്കാം. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. പ്രാർത്ഥനയ്ക്കായിട്ട് ദയ കാണിക്കും. ഇത് മുമ്പോട്ട് കടന്നു വരുന്നെങ്കിൽ ദൈവം വിളിക്കും. അല്ലെങ്കിൽ ഈ ദേശത്ത് നമുക്ക് ഇങ്ങനൊരു ദൈവം ഒരു വിളി തന്നെങ്കിൽ, ഇങ്ങനൊരു നിയോഗം തന്നെങ്കിൽ ഈ ദേശം വിളിക്കപ്പെടണം. ദേശത്ത് അനേക ഗോപനക്കാര് നിങ്ങൾ കടന്നുവാ ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങളെ പ്രയത്നപ്പെടുവാൻ സമർപ്പിക്കപ്പെട്ടവരാണെങ്കിൽ ഈ സഭ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് കടന്നു വരാം. യോഗക്കാരെ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ, അല്ലെങ്കിൽ യൂണിയന്മാരുടെ കപ്പിൾസെ, അല്ലെങ്കിൽ ഭവനത്തിൽ ഒറ്റയ്ക്കായിരിക്കുന്നവരെ നിങ്ങളെ ഞങ്ങൾ വിളിക്കുകയാണ്, ആഹ്വാനം ചെയ്യുവാണ്. ഈ സഭയുടെ വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ കടന്നുവാ. നിങ്ങളെ വിഷയം ഞങ്ങളോട് പങ്കിലേക്ക് നമുക്ക് ഒന്നിച്ച് വെക്കാവുന്ന കലകളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. കർത്താവിനെ പ്രവർത്തിക്കാൻ വയ്യാത്ത ഒരു മേഖലയില്ല. നമ്മൾ കേട്ടതുപോലെ അസ്ഥികമാണ് പ്രവചിക്കാനാണ് പറഞ്ഞത്. അല്ലെങ്കിൽ കാണുമ്പോൾ തോന്നും ഒരിക്കലും സംഭവിക്കത്തില്ല, വെറും അസ്ഥികളാണ്. പക്ഷെ പറഞ്ഞു ജീവന്റെ വാക്ക്, ജീവൻ മരണവും
നാവിന്റെ അധികാരം ഇരിക്കുന്നു. എന്റെ ഇത്രയും നാവിന്റെ അധികാരത്തിലാണ് ജീവിതം മാറിയിരിക്കുന്നത്. അല്ലെങ്കിൽ ജീവന്റെ വാക്കുകൾ അസ്ഥികളോട് പ്രവചിക്കാൻ മറ്റൊന്നും നിങ്ങളൊന്നും ആരംഭണ്ട. കർത്താവ് ജീവൻ നിന്റെ നാമത്തിലുള്ള വാക്കുകൾ അനുഗ്രഹത്തിന് കാരണമായി വാച്ച് ചെയ്യുന്ന നിങ്ങളുടെ സഹോദരങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു. യുഎസ് ബാങ്കിന് ഞങ്ങളുടെ ചർച്ചിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ചർച്ചിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ അമേരിക്കയിലായിരിക്കുന്ന മറ്റെല്ലാ ചർച്ചകളെയും ഞങ്ങളുടെ കർത്താവ് അസോസിയേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ സഹിക്കുകയും ഞങ്ങളുടെ പ്രാർത്ഥനയെ ഞങ്ങൾ സഹായിക്കുകയും ചെയ്യുന്ന എല്ലാ സഹോദരങ്ങളെ ദൈവസ്ഥന്മാരെ കുഞ്ഞുങ്ങളെ സ്തോത്രം ചെയ്യുന്നു. ന്യൂയോർക്കിലെ ചർച്ചിനോട് സ്തോത്രം ചെയ്യുന്നു. ഷിക്കാഗോയുടെ ചർച്ചിനോട് സ്തോത്രം ചെയ്യുന്നു. ഡാലസിലെ മ്യൂസിക്കിനോട് സ്തോത്രം ചെയ്യുന്നു. ഫ്ലോറിഡയോട് സ്തോത്രം ചെയ്യുന്നു. അറ്റ്ലാന്റയോട് സ്തോത്രം ചെയ്യുന്നു. ദാസന്മാരോട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ചും അതിനുള്ള സ്തോത്രം ഓൺലൈനിൽ നമുക്ക് ലൈവ് മീഡിയയിൽ വേണ്ടി കടന്നു വന്ന പ്രിയങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് എക്സൽ മിനിസ്ട്രീസിനെ അവരുടെ നല്ല പ്രവർത്തനങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ കുഞ്ഞുങ്ങളുടെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ തന്നെയല്ല ഇന്ത്യയുടെ പല പ്രദേശങ്ങളിൽ അനുഗ്രഹിക്കപ്പെടുന്ന മാർഗം അനേക കുഞ്ഞുങ്ങളെ അനേക യൗവനക്കാരെ വേണ്ടി ഓരോ ദിവസവും നേടിക്കൊണ്ടിരിക്കുന്നു. ഭക്ഷണോർത്ത് അറ്റ്ലാന്റിനായിരിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ ഇവരായിരിക്കുന്ന വിൻസാറിനെ കുടുംബത്തെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ ദിവസവും കടന്നു വരുന്ന പ്രിയ കുഞ്ഞുങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവരുടെ ആത്മാർത്ഥമായ സഹകരണം, അവരുടെ പ്രാർത്ഥന, അവരുടെ കർത്താവ് യേശുവിന്റെ നാമത്തിൽ ചെയ്യുന്ന എല്ലാ നല്ല പ്രവർത്തനത്തിന് പേരും കർത്താവ് 100 മടങ്ങ് നന്മകളുണ്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2 ദിവസം പ്രതീക്ഷ ഉണ്ടായിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നു, കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എനിക്ക് മതം കടന്നുവന്നിരിക്കുന്നല്ലോ എല്ലാവരും നന്ദി പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങളുടെ കോളേജിൽ വാച്ച് ചെയ്യുന്ന UK, USA, കാനഡ, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് ഗൾഫിലായിരിക്കും ഞങ്ങളുടെ സഹോദരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്ത്യയിലായിരിക്കും സഹോദരങ്ങളെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഞാൻ ഒന്നുകൂടെ ഓർമ്മിക്കുകയാണ്. അല്ലെങ്കിൽ ആ സ്തോത്രം നാളെ സമാരാധനയുണ്ട്. ആരും മരിച്ചു വീട്ടിലിരിക്കരുത്, ആരും വെറുതെ വീട്ടിലിരിക്കരുത്. അല്ലെങ്കിൽ ഈ സഭയുടെ വാദങ്ങൾക്ക് തുറക്കപ്പെട്ടു ദൈവം ഇങ്ങനെ ഫെസിലിറ്റി നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടിയാണ്, ദേശത്തിന് വേണ്ടിയാണ്, മലപ്പള്ളിക്ക് വേണ്ടിയാണ്. അല്ലെങ്കിൽ മലപ്പള്ളിയുടെ കൊച്ചു സ്ഥലമല്ല, ഇതിന്റെ റേഡിയസ് വലുതായിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ആ സ്തോത്രം നമുക്ക് എന്തെങ്കിലും വാക്കത്തുകൊണ്ട് അല്ലെങ്കിൽ 100 കിലോമീറ്ററിനകത്തുള്ള വീടുകൾ, ഭവനങ്ങൾ, ജീവിതങ്ങൾ കടന്നു വരുന്ന ദിവസമാണ്. ക്ഷണത്തില്ല, കുഞ്ഞല്ല, അല്പമല്ല. കർത്താവേ ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് വേണം. 10 അല്ല, 100 അല്ല, 1000 അല്ല. യേശുവിന്റെ നാമത്തിൽ അനേക കർത്താവിന്റെ നാമത്തിൽ കടന്നു വരട്ടെ. നിങ്ങൾ അതിൽ പ്രകടനപ്പെടുന്നവരായി മാറട്ടെ. പ്രാർത്ഥനയുണ്ടായിരിക്കാം. സെഷനെ നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ് കടന്നു വരുന്നത്. അമേരിക്കയിൽ നിന്ന് അല്ലെങ്കിൽ ഡാലസിലെ അല്ലെങ്കിൽ ഇന്ത്യൻ സഭയുടെ വാസനാണ് കടന്നു വരുന്നത്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ മക്കളുമാണ് കടന്നു വരുന്നത്. വർഷിപ്പിനെ ലീഡ് ചെയ്യുവാൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളാണ്. മേരിവറ്റും അല്ലെങ്കിൽ അപ്പോളും കടന്നു വരുന്നു. ആ കുഞ്ഞുങ്ങളോട് സ്തോത്രം ചെയ്യാം. ദാസൻ കടന്നു വരുന്നു. ഓൾറെഡി എനിക്ക് മെസ്സേജ് വന്നു. അവർ ഓൾറെഡി ഇന്ത്യ ലാൻഡ് ചെയ്തു. ജസ്റ്റ് 2 ദിവസമേ ഇന്ത്യയിൽ കേരളത്തിലുള്ളൂ. ഒന്ന് ബാംഗ്ലൂരായിരുന്നു, രണ്ടാമത്തെ ഇവിടെയാണ്. വളരെ തിരക്ക് പിടിച്ച ഒരു ബിസി അത്രയും ചേർന്നുള്ള ദൈവാസനാണ്. പക്ഷെ നമ്മൾ റിക്വസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹം നമുക്ക് ടൈം തന്നു. അല്ലെങ്കിൽ നമുക്ക് വേണ്ടി മാത്രം നോക്കട്ടെ, നാളെ പോവുകയാണ്. ഒന്ന് പ്രാർത്ഥിക്കാം. വളരെ പ്രതീക്ഷയോടെ നാം വായിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ വലിയൊരു കടന്നാ പോയിട്ട് നമ്മുടെ ശിഷ്യനായിട്ട് പ്രത്യേകം പ്രവർത്തിക്കാം. ദൈവത്തിന് അത്ഭുതകരം വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ തോന്നുന്നത് ഇന്നത്തെ നമ്മുടെ ഈ 11ാമത്തെ ശിഷ്യൻ പ്രാർത്ഥിച്ച് സ്തോത്രം വൈകിക്കാൻ വേണ്ടി ഞാൻ അവന്റെ ദാസൻ ബിലിനെ മുമ്പോട്ട് ക്ഷണിക്കുകയാണ്. പ്ലീസ് നാം ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. കർത്താവേ അനുഗ്രഹിക്കപ്പെടുന്ന സമയം കാണാനായി സ്തുതിക്കുന്നു. അനുഗ്രഹപൂർവമായ ജീവിതഘട്ടങ്ങൾ പരിശുദ്ധാത്മാവിലായിരിക്കുവാൻ ആ നിറവിൽ നിറഞ്ഞു നിൽക്കുവാൻ ഞങ്ങളെ സഹായിച്ച കുറക്കായ സ്തോത്രം. ഇത് വാത്സല്യങ്ങൾ ഞങ്ങൾ കേട്ടതുപോലെ ഒന്നുകൂടെ അപ്ഡേറ്റഡ് ആകുവാൻ, ഇല്ലാത്തതിനെ നോക്കി പ്രവചിക്കുവാൻ, കാരണം ഞങ്ങളുടെ ഉണ്ണിയോട് പരിശുദ്ധാത്മ ഹൃദയമായി ഇടപെട്ട കുറക്കായ ഓൺലൈനിലൂടെ അവസരിച്ചവർക്ക് മീറ്റിംഗ് പരിശുദ്ധാത്മാവിന്റെ അസാധാരണമായ സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങളിൽ കേൾക്കത്തക്കതാണ്. ഒരു പുതിയ അപ്ഡേഷനിലേക്ക് കർത്താവ് ഞങ്ങളെ ആനയിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഇത് അയച്ച അപ്പോസ്തലനായ സ്തുതിക്കുന്നതാവേ, ഞങ്ങൾക്ക് വേണ്ടി അത് അയച്ച എല്ലാ വചനങ്ങൾക്കായി, അങ്ങനെ ദൈവിക ദൂതങ്ങൾക്കായി, ഓർമ്മ
വെളിപ്പെടുത്തലിനുള്ള കാര്യങ്ങൾ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു. അങ്ങേ രാഷ്ട്രീയ തീർക്കുവാൻ നൽകുന്ന എല്ലാ ദാനങ്ങൾക്കുമായി സ്തോത്രം. കർത്താവേ, ഹല്ലേലൂയ. ദിവസം പ്രതിസന്ധിയായിരിക്കുമ്പോൾ ആത്മനിർഭരമായിട്ട് പിന്നെയും മുൻപോട്ട് പോകുവാൻ വേണ്ട അഭിഷേകത്തെ പതിനായി സ്തോത്രം. ഈ മരുഭൂമിയെ വാഴുകൊണ്ടിരുന്ന എല്ലാ ദുരാത്മ മണ്ഡലങ്ങൾക്കും എതിരെ പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണമായ ഒരു ലോകമായി സ്തോത്രം. കർത്താവേ, ജനം വിടുവിക്കപ്പെടട്ടെ. തെക്കിനോട് വടക്കിനോട് പടിഞ്ഞാറോട് കിഴക്കിനോട് ആത്മാവിനെ വിട്ടുതരുവാൻ വേണ്ടി ഞാൻ കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അത്ഭുതം ചെയ്തതിനായി സ്തോത്രം. കർത്താവേ, കാലാവസ്ഥ ഞാൻ അനുകൂലമാക്കി തന്നതിനായി സ്തോത്രം. സെക്ഷനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജനം കൂടി വരട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ, അനുഗ്രഹം പ്രാപിക്കട്ടെ. ദൈവത്തിന്റെ സമാധാനം ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ തന്നെ ഞാൻ ആദ്യ ആഴ്ച അപ്പോസ്തലനായി സ്തോത്രം ചെയ്യുന്നു. എന്നാലും ഞങ്ങൾ ദൈവജനത്തെയും തിരുക്കരങ്ങളിൽ സമ്പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തൊഴിൽ മാർഗം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ.